الحمد لوليه والصلاة على نبيه والوزن والفضل والنظم بالجزم بوحدته وكبريائه وبسلطان وبإيمان وإتقان وبيان في فرقان وحده لا شريك له بوحدة موحدا بوحدة مرحدا بوحدة وحيدا إلى بحد بلا مدد وجدد ونسب ووصف في الكمال لا شريك له ولا مثل له ولا مثال له أو يتبرك بغيره من نبي وتقي وحسين وجميل وصغير وعليه الخسران والوبال اللهم صل وسلم وبارك على نبيك الأمين كما صليت وسلمت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ബഹുമാന്യനായ ഈ റമദാൻ മുന്നൊരുക്ക സംഗമത്തിൻ്റെ അധ്യക്ഷൻ ഷാഫി സാഹിബ്, സ്വാഗത പ്രഭാഷകൻ, പ്രിയം നിറഞ്ഞ സിയോവിൻ്റെ സഹപ്രവർത്തകരെ, ചുങ്കം ടൗണിലെ എൻ്റെ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ സ്നേഹമുള്ള നാട്ടുകാർ, പടച്ചമ്പുരാൻ്റെ കരുണയും സമാധാനവും നമ്മളിലെല്ലാവരും സദാ വർഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് സമാഗതമാകുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള ഒരു സന്ദർഭത്തിലാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ കേരളത്തിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ റമദാൻ മുന്നൊരുക്ക സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. സാധാരണ എന്തിനാണ് തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗണിനകത്ത് ഒരു റമദാൻ പ്രഭാഷണ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ആലോചനയാണ്. ലളിതമായിട്ടതിന് ഉത്തരം പറഞ്ഞാൽ ഇസ്ലാമിലെ ഇബാദത്തുകളൊക്കെയും അങ്ങനെയാണ്. ഒരേ സമയം അതിന് മനുഷ്യന്റെ സ്വകാര്യതയോട് സംസാരിക്കാനുണ്ടാവും. ഏറ്റവും ഉത്കൃഷ്ടനായ മനുഷ്യനും ഭൂമിലോകത്തെ അവസാന മനുഷ്യനടക്കം അവൻ്റെ ജീവിതത്തോട് കലഹിക്കുവാനും അവൻ്റെ ജീവിതം സൃഷ്ടിച്ച അല്ലാഹുവിൻ്റെ വിധേയത്വത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ശേഷി ഇസ്ലാമിലെ ഇബാദത്തുകൾക്കുണ്ട് എന്നത് തന്നെയാണ്. റമദാൻ നമ്മളിലേക്ക് വരിക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാര്യമല്ല. ഏറിയ അളവിൽ കുറഞ്ഞ അളവിലൊക്കെ ധാരാളം വർഷം റമദാൻ അനുഭവിക്കുകയും ജീവിതത്തിൽ ധാരാളം അമലുകൾ നിർവഹിക്കുകയും ചെയ്ത മാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ എങ്കിൽ പോലും പരിശുദ്ധ റമദാനിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടാവും. നമ്മുടെ ജീവിക്കുന്ന ചുറ്റുപാടിനകത്ത് നമ്മളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്ന ഭൗതികത, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദിശ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇച്ഛ, നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ മാനുഷികമായ ദൗർബല്യങ്ങൾ, ഇതിനോട് ഏത് കാലത്തും സമയത്തും
അതിനെ മെരുക്കിയെടുക്കുവാൻ ഇസ്ലാമിൽ പരിശുദ്ധ റമദാനിനോളം നോമ്പിനോളം കനപ്പെട്ട ഒരു ഇബാദത്ത് ഇല്ല എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളുടെ മുമ്പിൽ ഈ അവസരം എന്ന് പറയുന്നത് ചെറുതല്ല. വിശ്വാസികളുടെ മുമ്പിൽ നന്മ ചെയ്യുവാനും ജീവിത ചുറ്റുപാടുകളെ ഇസ്ലാമികമായി വളർത്തിയെടുക്കുവാനുമുള്ള ഓരോ അവസരങ്ങളെയും ആ അവസരങ്ങളെ വളരെ സസൂക്ഷ്മം വിലയിരുത്തുകയും ഉപയോഗപ്പെടുത്തുവാനുമുള്ള ശ്രദ്ധ ഉണ്ടാവൽ നമ്മുടെ ഇസ്ലാമിക ജീവിത ഗുണമാണ്. ഇദാ ഫുതിഹ ലിഅഹദികും ബാബു ഖൈരിൻ ഫൽയുസ്രി ഇലൈഹി. നമ്മുടെ മുമ്പിൽ നന്മയുടെ നമ്മുടെ മുമ്പിൽ ഖൈറിന്റെ ഒരു സാധ്യത, ഒരു ബാബ് നമ്മുടെ മുന്നിൽ വന്നാൽ ഫൽയുസ്രി ഇലൈഹി, അതിലേക്ക് ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് പോകുന്ന ആളുകളായിട്ട് നമ്മൾ തീരണം. കാരണം ഫഇന്നഹു ലാ യദ്രി മതാ യുഗ്ലഖു അൻഹു. കാരണം നമ്മുടെ മുമ്പിലുള്ള ജീവിതാവസരത്തിന്റെ വാതിൽ, കവാടം എപ്പോഴാണ് അടയപ്പെടുക എന്ന് നിശ്ചയിക്കുവാൻ കഴിയാത്ത ജീവിത സാഹചര്യമാണ് നമുക്ക് ഓരോരുത്തർക്കുള്ളത്. വളരെ സുവ്യക്തമാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ റമദാനും നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയ ധാരാളം ആളുകളുണ്ടാവും. നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ ബന്ധുക്കളാകാം, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാകാം, നമ്മുടെ നാട്ടുകാരാകാം. അങ്ങനെ ഓരോ റമദാനും നമ്മുടെ മുമ്പിൽ നിന്ന് പടിയിറങ്ങുന്ന ഘട്ടത്തിൽ പുതിയ ഒരു റമദാനിലേക്ക് അവസരം ഇല്ലാത്ത ധാരാളം ആളുകളുള്ള, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യമുള്ള ഒരു ജീവിത പരിസരമാണ് വിശ്വാസിയുടെ ജീവിത പരിസരം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ അവസരത്തെ വിനിയോഗിക്കുവാൻ പടച്ച റബ്ബ് നൽകിയ ഈ സമയത്തെയും സന്ദർഭത്തെയും ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമാകണം എന്നതാണ്. ശഅബാനിലാണ് നമ്മളുള്ളത്. എന്താണ് ശഅബാന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ചുരുക്കി പറയാം. ശഅബാൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസി റമദാനിലേക്ക് എത്രത്തോളം ആഗ്രഹിച്ച് കാത്തിരിക്കുന്നുവോ അതേപോലെ തന്നെ ശഅബാനും വിശ്വാസിയുടെ ജീവിതത്തിൽ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളം കർമ്മ സംസ്കരണത്തെ രൂപപ്പെടുത്തിയ, കർമ്മങ്ങൾക്കും ജീവിത സംസ്കരണത്തിനും സാക്ഷ്യം വഹിച്ച ഒരു മാസമാണ് യഥാർത്ഥത്തിൽ ശഅബാൻ മാസം എന്ന് പറയുന്നത്. റസൂലിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് റസൂലേ ഇത്രയധികം അമലുകൾ റമദാൻ മുന്നിൽ ഉണ്ടായിരിക്കെ തന്നെ ശഅബാൻ മാസത്തിലും താങ്കൾ നിർവഹിക്കുന്നതെന്ന് ചോദിക്കുന്ന ഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ദാലിക ശഹ്റുൻ യഗ്ഫുലു അൻഹു നാസ്. ജനങ്ങൾ പൊതുവെ അശ്രദ്ധയാക്കപ്പെടുക. ഏതായാലും റമദാനാണ്. റമദാനിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ സ്ഖലിതങ്ങളും വീഴ്ചകളും കലാ കൂട്ടാനുള്ള ഒരു അവസരമാക്കി മനസ്സിലാക്കാം. അതുകൊണ്ട് പൊതുവെ ശഅബാൻ എന്ന് പറയുന്നത് അത്രത്തോളം ശ്രദ്ധയിൽ മനസ്സിലാക്കപ്പെടാറില്ല. പക്ഷേ മനുഷ്യൻ പൊതുവെ ഗഫലത്തിലായിരിക്കുന്ന ഘട്ടത്തിൽ, മനുഷ്യൻ പൊതുവെ അശ്രദ്ധയിലായിരിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹുവിനോട് സവിശേഷ താല്പര്യത്തോടുകൂടി അള്ളാഹുവിന്റെ ഖുർബത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് ഇബാദത്ത് നിർവഹിക്കുക എന്ന് പറയുന്നത് അള്ളാഹു അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. നമുക്കറിയാം നമ്മുടെ ഗഫലത്ത് എന്താണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗഫലത്തിനെ കുറിച്ച് മഹാനായ പണ്ഡിതൻ ഇമാം ഗസ്സാലി റഹിമഹുള്ള വിശദീകരിക്കുന്നുണ്ട്. പൊതുവെ മനുഷ്യന്റെ ഗഫലത്തിനെ വിലയിരുത്തിയാൽ രണ്ട് സ്വാധീനങ്ങളാണ് പൊതുവെ മനുഷ്യനുണ്ടാവുക. ഒന്ന്, നമ്മുടെ ഭൗതികമായ ബലഹീനതയിൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ നമ്മുടെ ഇബാദത്തിന്റെയും നമ്മുടെ ജീവിതത്തിന്റെ അടുക്കും ചിട്ടയെയും നഷ്ടപ്പെടുത്തി കളയുന്ന ഗഫലത്ത് എന്ന് പറയുന്നത് ഉറക്കമാണ്. ഉറക്കം മനുഷ്യന്റെ ജീവിത നൈരന്തര്യത്തെ നഷ്ടപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഉറക്കത്തെ ഇമാം ഗസ്സാലി റഹിമഹുള്ള വർഗീകരിക്കുന്നുണ്ട്. പൊതുവെ ഉറക്കം മനുഷ്യന്റെ ജീവിതത്തിന്റെ ഇൻഷാത്തിയത്തിനെ, ജീവിതത്തിന്റെ നൈരന്തര്യത്തെയും ജീവിതത്തിന്റെ കർമ്മോത്സുകതയെയും നഷ്ടപ്പെടുത്തി കളയുന്ന ഒന്നാണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അതിന്റെ വർഗീകരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങുന്ന ആളുകളുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ അധ്വാനങ്ങൾ നിർവഹിച്ച് അതിന്റെ ഒരു വിശ്രമം എന്നോണം ചെറിയ ചെറിയ ഉറക്കങ്ങൾ നടത്താറുള്ള ആളുകളുണ്ട്. കൈലൂലത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഉച്ചയ്ക്ക് ശേഷമുള്ള വിശ്രമത്തെ അദ്ദേഹം കൈലൂലത്തിന്റെ വിശ്രമത്തിനെ കുറിച്ച് പറയുന്നു.
അത് നമ്മൾ നിർവഹിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തെ ഉറക്കത്തെ കുറിച്ച് പറയുന്നത് ഹൈലുലത്തിന്റെ ഉറക്കമാണ്, അഥവാ നമ്മുടെ അനിവാര്യമായ ഫറാഇലുകളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഉറക്കമാണ്. അപ്പോൾ നമ്മൾ അനിവാര്യമായി നമ്മുടെ ഫറാഇലുകളെ നഷ്ടപ്പെടുത്തി കളയുന്ന ഉറക്കത്തെ കുറിച്ച് വിലയിരുത്തുമ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന ഞാനും നമ്മൾ ഓരോരുത്തരിലും അത് കയറി വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഉറക്കങ്ങൾ നമ്മുടെ ഫറാഇലുകളെ, നമ്മുടെ നിർബന്ധമായി നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തിനെ തടയിട്ടാൽ അത് ഗഫലത്തിന്റെ പര്യവസാനത്തിലേക്ക് എത്തും എന്നതാണ്. ഗഫലത്തിന്റെ പര്യവസാനം എന്ന് പറയുന്നത് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നത് വരെ മനുഷ്യന് ഗഫലത്തിലാണെന്ന് തിരിയില്ല. പക്ഷേ നമുക്ക് തിരിയാത്ത കണ്ടും നമുക്ക് തിരിയാത്ത ശ്രദ്ധയും അള്ളാഹു നമ്മുടെ മുമ്പിൽ വെക്കുന്ന നമ്മുടെ അശ്രദ്ധയുടെ പരിണതിയെ കുറിച്ച്, ആഖിബത്തിനെ കുറിച്ച് നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും എന്നതാണ്. അതേപോലെ തന്നെ ഐലൂലത്തിന്റെ ഉറക്കത്തെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഐലൂലത്തിന്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ രോഗിയാക്കി കളയുന്ന ഉറക്കാണ്. ഒരു മനുഷ്യന്റെ സ്വാഭാവികമായ ചിന്ത എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ച് സമയം കിട്ടിയാൽ എങ്ങനെ ഉറങ്ങിക്കളയാം എന്ന് തീരുമാനിക്കുന്ന ആളുകളെ, ഉറക്കത്തെ പ്രണയിക്കുന്ന, ഉറക്കം ജീവിതത്തിന്റെ ഏറ്റവും വലിയ ജീവിതാനുഭൂതിയാകുന്ന ആളുകളായിരിക്കും. അത്തരം ഉറക്കക്കാർ ജീവിതത്തിൽ റമദാന് നമ്മുടെ ജീവിതത്തിൽ കയറി വന്നതുകൊണ്ടോ ശഅബാനോ റജബോ എല്ലാം ഒരുമിച്ച് നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടോ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. കാരണം ഈ ഗഫലത്ത് നമ്മളെ വരിഞ്ഞു മുറുക്കിയിരിക്കും. രണ്ടാമത്തേത് നമ്മുടെ വിനോദമാണ്. ഇസ്ലാം വിനോദവും ജീവിതത്തിന്റെ അത്തരം ആസ്വാദന സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന ഒരു ആശയ പരിസരമാണ്. പക്ഷെ അതേസമയം നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായി നമുക്ക് ഉണ്ടാവേണ്ട നമ്മുടെ ഇബാദത്തും നമ്മുടെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടും, നമ്മുടെ ജീവിതത്തിന് ഒരു ഹക്കുണ്ട്, നമുക്ക് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു ഹക്കുണ്ട് അല്ലെ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിറവേറ്റേണ്ട ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് കൊടുക്കേണ്ട ഒരു ഹക്കുണ്ട്. ഞാൻ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ അനിവാര്യമായും സമയം കണ്ടെത്തേണ്ട, എൻ്റെ കുടുംബാംഗങ്ങളുമായി ഞാൻ സമയം കണ്ടെത്തേണ്ട സമയമുണ്ട്, അത് ഞാൻ നൽകേണ്ടതാണ്. അതേസമയം ഞാൻ എൻ്റെ സമൂഹത്തിൽ ഒരു വ്യക്തിയായി ജീവിക്കുക വഴി എൻ്റെ ആരാധനയും എൻ്റെ ജീവിതത്തിൻ്റെ അള്ളാഹുമായിട്ടുള്ള ബന്ധം രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു ജീവിത കാഴ്ചപ്പാട്, ആ ജീവിത കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തോടുള്ള, ആ സമൂഹത്തിൽ ഏറ്റവും ഉത്കൃഷ്ടമായി അള്ളാഹുവിന്റെ ദീനിനെ പ്രതിനിധീകരിക്കുക എന്നതാണ്. അതിനനിവാര്യമായ സമയം നമ്മൾ നൽകുക എന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു വർഗീകരണമൊന്നുമില്ലാതെ ജീവിതത്തിൽ വിനോദം മാത്രമായി, പുതിയ കാലത്ത് നമുക്കത് വിശദീകരിക്കേണ്ട വിധം അത് നമുക്കറിയാവുന്നതാണ്. നമ്മുടെ ഒരു സൈബർ ലോകം, അതേപോലെ തന്നെ നമ്മുടെ ഒരു ഓൺലൈൻ ലോകം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നിയന്ത്രിക്കുക എന്നുള്ളതിലപ്പുറത്ത് ഗഫലത്ത് എന്ന് പറയുന്ന പരിധിയെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇത്തരം ഇടപഴകലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടത്. അങ്ങനെ ഗഫലത്തിനെ വലിച്ചെറിഞ്ഞ് ശഅബാനിലൂടെ റമദാനിലേക്ക് ഒരുങ്ങുക എന്ന് പറയുന്നത് പ്രധാനമാണ്. കാരണം റമദാനിലേക്ക് ഇപ്പൊ നമ്മൾ വിശ്വാസ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിക്കാറുള്ള മാസമാണ് യഥാർത്ഥത്തിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ശഅബാൻ മാസം എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് റസൂൽ അങ്ങനെ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഞാൻ സൂചിപ്പിച്ചു. ജനങ്ങൾ ധാരാളം ഗഫലത്തിലായിരിക്കുന്ന ഒരു മാസമാണ്. പക്ഷെ അതേസമയം നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഇതൊരു ഒരു 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 മെരുക്കിയെടുക്കലാണ് നമ്മുടെ ജീവിതത്തിൽ. യഥാർത്ഥത്തിൽ ഇസ്ലാം നോമ്പിലൂടെ ആഗ്രഹിക്കുന്നത് പട്ടിണി മാത്രമല്ല. നമുക്കെല്ലാവരും സ്വാഭാവികമായിട്ട് നിങ്ങൾ എല്ലാ പ്രഭാഷണത്തിലും കേൾക്കാറുള്ള കാര്യമായിരിക്കും, നോമ്പിലൂടെ സാധ്യമാകേണ്ടത് യഥാർത്ഥത്തിൽ പട്ടിണി അടക്കൽ മാത്രമല്ല. അങ്ങനെ പട്ടിണി അടക്കൽ മാത്രമാണ് നോമ്പിന്റെ മഖാസിദ് ഉദ്ദേശം എങ്കിൽ പട്ടിണി അടക്കുന്ന മനുഷ്യന്മാർ നോമ്പെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ലോകത്ത് 40% വരുന്ന മനുഷ്യർ ദിവസേന അവരുടെ ജീവിതത്തിന്റെ വിഭവങ്ങളെ കണ്ടെത്തുവാൻ കഴിയാത്ത ഒരു ജനവിഭാഗം ജീവിക്കുന്ന ഒരു ലോകത്തും പരിസരത്തുമാണ് നമ്മളുടെ. കഴിഞ്ഞ റമദാൻ നമ്മൾ കണ്ടു, കഴിഞ്ഞ റമദാനുകളായി പലസ്തീൻ ജനത ശരാശരി ഈ പറയുന്ന വെള്ളം ഒരു മനുഷ്യന് ശരാശരി ലഭിക്കുന്ന നോമ്പുകളല്ല യഥാർത്ഥത്തിൽ പലസ്തീൻ ജനത അനുഭവിക്കുന്ന നോമ്പുകൾ എന്ന് പറയുന്നത്. പക്ഷെ അവരും നോമ്പനുഷ്ഠിക്കും. എന്തുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നു എന്ന് ചോദിച്ചാൽ, നോമ്പ് പട്ടിണി അടക്കൽ ചെറിയൊരു കാര്യമല്ല. കാരണം ഇസ്ലാമിലെ നോമ്പ് എന്ന് പറയുന്നത് ചെറിയൊരു നോമ്പല്ല. കാരണം നമ്മൾ ഒരു 10-12 മണിക്കൂർ നോമ്പ് നോൽക്കുക എന്ന് പറയുന്നത് അത് ശരിക്ക് നന്നായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ യഥാർത്ഥത്തിൽ റമദാനിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ ധാരാളമായിട്ട് നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നത്. നമ്മൾ ഒരു നോമ്പിന്റെ ഒരു വിധേയപ്പെടൽ പെടാതെ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ചാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ,
റമദാൻ 1 നമ്മൾ നോമ്പ് നോൽക്കാൻ തീരുമാനിക്കുകയാണ്. റമദാൻ 1 നമ്മൾ നോമ്പ് നോൽക്കുന്ന ഘട്ടത്തിൽ ആദ്യത്തെ നോമ്പ് നോൽക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ ഉണ്ടാവില്ല. കാരണം നമ്മൾ നോമ്പ് നോറ്റ് പാകപ്പെട്ടല്ല റമദാനിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ഒരു 3-4 ദിവസം നമ്മൾ ഇതിന്റെ പുറകിലായിരിക്കും. റമദാനിലെ ദിവസങ്ങളാണെങ്കിൽ ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദുനിയാവിൽ സമാനതകളില്ലാത്ത പുണ്യങ്ങളെ സ്വായത്തമാക്കുവാൻ കഴിയുന്ന സമയം സന്ദർഭവുമാണ്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ഒരുക്കമൊരുങ്ങി നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പിൽ നമുക്ക് ഏതൊക്കെ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുമോ ആ സ്വഭാവത്തിൽ റമദാനിനെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് സാധ്യമാകണമെന്നതാണ്. അങ്ങനെ നമ്മൾ പ്രവേശിച്ചാൽ റമദാൻ ഏറ്റവും ഖൈറിന്റെ അബ്വാബുകളെല്ലാം തുറക്കുന്ന സമയങ്ങളാവും. ഇദാ ദഖല റമദാൻ ഫുതിഹത് അബ്വാബുൽ ജന്ന വഉല്ലിഖത് അബ്വാബു ജഹന്നം വസുൽസിലത്തി ശയാത്തീൻ. പൊതുവെ നമ്മൾ പറയാറുള്ള ഒരു ഹദീസാണ്. ഏറ്റവും മനോഹരമായ റമദാനാകുന്നതോടുകൂടി നമ്മുടെ ഈമാനിക അന്തരീക്ഷവും നമ്മുടെ സാമൂഹിക അന്തരീക്ഷവും ഉള്ള ഒരു മാറ്റത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അത് പറയുന്നത്. നമ്മൾ ബന്ധമില്ലാത്ത ഒരു കാര്യത്തെ കുറിച്ചല്ല പറയുന്നത്. സാധാരണ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ, ഇദാ ദഖല റമദാൻ, റമദാനായാൽ ഫുതിഹത് അബ്വാബുൽ ജന്ന. അപ്പൊ മലക്കുകൾ ഇതിങ്ങനെ തുറന്നിരിക്കുകയാണ്, ഓരോരുത്തർ ഇങ്ങനെ പ്രവേശിപ്പിക്കുകയാണ്. ഇങ്ങനെ മാത്രമേ നമ്മൾ അതിനെ മനസ്സിലാക്കാറുള്ളൂ. എന്താണ് ഫുതിഹത് അബ്വാബുൽ ജന്ന എന്ന് പറയുന്നത്? നന്മയുടെ എല്ലാ സാധ്യതകളും അല്ലാഹ് നമ്മുടെ മുമ്പിൽ തുറന്നിട്ടാണ്. ഒരു മനുഷ്യൻ എങ്ങനെയൊക്കെ അവന്റെ ജീവിതത്തിൽ നന്മയെ പരിപോഷിപ്പിക്കുവാൻ സാധ്യമാകുമോ ആ നന്മയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. നന്നായിട്ട് ആബിദായ ഒരു മനുഷ്യൻ, നിങ്ങൾ ചിന്തിച്ചു നോക്കും, നല്ല ഏറ്റവും മനോഹരമായി ജീവിതത്തിൽ എല്ലാ ഹക്കുകളും പൂർത്തീകരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അവന് റമദാനിൽ ചെയ്യാനുണ്ട്, അവന് കൂടുതൽ റമദാനിൽ പെർഫോം ചെയ്യാൻ കഴിയും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഫുതിഹത് അബ്വാബുൽ ജന്ന, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ കൂടുതൽ കൂടുതൽ മനോഹരമായി തുറന്നിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തെ സാധ്യമാക്കി എടുക്കാൻ കഴിയും. വഉല്ലിഖത് അബ്വാബു ജഹന്നം, റമദാനായാൽ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. എങ്ങനെയാണ് നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നത്? അതൊരു സാങ്കേതികമായ അടക്കപ്പെടലിനെ കുറിച്ചല്ല ഇസ്ലാം പറയുന്നത്. എത്ര തിന്മയിൽ മുഖരിതമായ മോശപ്പെട്ടൊരു മനുഷ്യൻ അല്ലെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ, ഒരു മൊട്ടപ്പാറ കുറച്ചൊക്കെ മഴ പെയ്താൽ ഒരു പക്ഷേ അവിടെ പുല്ല് തളിർത്ത് വളരുകയില്ല. പക്ഷെ മഴ ഇങ്ങനെ പേമാരിയായി പെയ്തുകൊണ്ടേയിരിക്കും, നിലക്കാത്ത പ്രവാഹമായി അവിടെ പെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏത് പൊട്ടിമുളക്കാത്ത പാറയിലും പുൽനാമ്പുകൾ മുളച്ചുകൊണ്ടേയിരിക്കും എന്നതുപോലെയാണ് റമദാൻ. എത്ര കാർക്കശ്യമുള്ള ഹൃദയം, ഖുർആന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد قسوة. അഥവാ ഹൃദയം കട്ടിയായിക്കൊണ്ട് തന്റെ ഖൽബ് എന്ന് പറയുന്നത് പാറയേക്കാൾ കാർക്കശ്യമുള്ളവന്റെ ഹൃദയമാണെങ്കിൽ പോലും ആ ഹൃദയത്തെ റമദാനിന്റെ കാരുണ്യം കൊണ്ടും ഖൈറ് കൊണ്ടും പേമാരിയായി വർഷിക്കുന്ന വലിയ സാധ്യത നമ്മുടെ മുന്നിൽ വെക്കുമ്പോൾ ഏത് മനുഷ്യനും ഒന്ന് ചിന്തിക്കും, ഏത് ഒരു മദ്യപാനിയായ മനുഷ്യനും റമദാനിൽ ഒന്ന് ചിന്തിച്ചു പോകും, ഒന്ന് നേരായി കളയാം. ഹറാമിന്റെ എല്ലാ മോശമായ വഴികളിലും ജീവിതത്തിന്റെ ആനന്ദം കണ്ടെത്തുന്ന മനുഷ്യനും റമദാനായൊന്ന് ചെക്കാവും. കാരണം റമദാൻ അബ്വാബു ജഹന്നം ഇങ്ങനെ അടച്ച് മനുഷ്യന് നന്മയുടെ സാധ്യത ഇങ്ങനെ കൊട്ടിയാഘോഷിക്കാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വെക്കുക. ഇതാണ് റമദാൻ എന്ന് പറയുന്നത്. വസുൽസിലത്തി ശയാത്തീൻ. അതുകൊണ്ട് ഏതൊരു മനുഷ്യനും തന്റെ ഇച്ഛക്കെതിരെ അല്ലെങ്കിൽ പൈശാചികതയ്ക്കെതിരെ പടവട്ടാൻ ഏതു മനുഷ്യനും പരിശ്രമിക്കും എന്നതാണ്. അതുകൊണ്ട് റമദാൻ ആ സ്വഭാവത്തിലുള്ള ഒരു സുവർണ അവസരമായി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ശരിക്കും എന്താണ് റമദാൻ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആലോചനയാണ്. എന്താണ് റമദാൻ, അല്ലെങ്കിൽ എന്താണ് ഒരു മനുഷ്യൻ റമദാനിലൂടെ ആയി മാറിത്തീരേണ്ടത് എന്ന് ചിലപ്പോൾ ഓരോ റമദാൻ വരുമ്പോൾ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും, സ്വാഭാവികമായി. അപ്പൊ റമദാൻ എന്താണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം എന്ന് ചോദിക്കുമ്പോൾ ലളിതമായി നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെ ആയിരിക്കും? റമദാൻ നമുക്ക് നൽകുന്ന പുണ്യങ്ങൾ, നോമ്പ്, സ്വതക്ക, ഐച്ഛിക നമസ്കാരങ്ങൾ, തഹജ്ജുദുകൾ, അമാലുകൾ, സ്വതക്കകൾ, നമ്മുടെ ജീവിതത്തിന്റെ പെരുമാറ്റങ്ങൾ നമുക്ക് നൽകുന്ന പുണ്യങ്ങളെ കുറിച്ചായിരിക്കും മനസ്സിലാക്കി തരിക. പക്ഷെ റമദാൻ അത് മാത്രമാണോ എന്ന ഒരാലോചന പ്രധാനമാണ്. റമദാൻ യഥാർത്ഥത്തിൽ പുണ്യങ്ങൾ ആഘോഷിക്കുക എന്നുള്ളതിലപ്പുറത്ത് ഒരു മനുഷ്യന് രൂപപ്പെടുത്തിയെടുക്കുന്ന സമൂലമായ മാറ്റം എന്താണ്?
ഈ മാറ്റത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു മനുഷ്യനാണ് റമദാൻ യഥാർത്ഥത്തിൽ ഏറ്റവും മനോഹരമായി അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിലെ യുദ്ധ പോരാളികളുടെ 1/3 ഭാഗമേ ശത്രുക്കളുള്ളൂ. പക്ഷേ ഇസ്ലാം പരാജയപ്പെട്ട യുദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസാണ്. സ്വഹാബികളെ വഴിയിൽ വെച്ചുകൊണ്ട് ഒരുമിച്ചിരുത്തി, ഒരു മൊട്ടപ്പറമ്പിൽ ഒരുമിച്ചിരുത്തിയതിനു ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്മഊനി, ഇവിടെയുള്ള ചപ്പുചവറുകളെല്ലാം എനിക്കൊന്ന് വാരിക്കൂട്ടി തരണം. അപ്പൊ അവിടുത്തെ സ്വഹാബികൾ പറഞ്ഞു, വകൈഫ നജ്മഉ യാ റസൂലല്ലാഹ്, ഇവിടെ എന്താണ് റസൂലെ പെറുക്കാനുള്ളത്? വൽ അർളു തയ്യിബ, വളരെ ഫിനിഷായ വളരെ ക്ലീനായ ഈ ഒരു പ്രതലത്തിൽ എന്താണ് പെറുക്കിയെടുക്കാനുള്ളത്? അല്ലാണ്ട് റസൂൽ പറഞ്ഞു, വലൗ സിന്നൻ ഔ അദ്മൻ, വല്ല എല്ലിൻ കഷ്ണമോ വല്ല കല്ലിൻ കഷ്ണമൊക്കെ കിട്ടിയാലോ, നിങ്ങളൊന്ന് തെരഞ്ഞു നോക്ക്. വമാ ലബിസ്നാ ഇല്ലാ സഅ, 1 മണിക്കൂർ തികച്ചു തെരഞ്ഞില്ല. ഹത്താ ജഅൽനാഹു റുകാമൻ, ഒരു മലക്കൂമ്പാരം ചപ്പുചവറുകൾ ഒരുമിച്ച് കൂട്ടി എന്നതാണ്. അല്ലാഹു റസൂൽ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, ഹകദ അൻതും, ഇങ്ങനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. എന്താണ് മനുഷ്യൻ? നമ്മുടെ മുഹക്കിറാത്തുകളായ, നമ്മുടെ ജീവിതത്തിലെ നിസാരമായിട്ടുള്ള പാപങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചെറുതല്ലേ എന്ന നിസാരവൽക്കരണം പിശാച് നമ്മളിൽ എടുക്കുന്ന ഏറ്റവും വലിയ ഹോംവർക്കാണ്. അതുകൊണ്ട് അതിന് നമ്മളെങ്ങനെ മെരുക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തിൽ അതിങ്ങനെ പെറുക്കിയെടുത്ത് നോക്കുന്ന ഘട്ടത്തിലാണ് ഹത്താ ജഅൽനാഹു റുകാമൻ, നമ്മുടെ ജീവിതത്തിന്റെ സ്വർഗത്തെയും നരകത്തെയും, നമ്മുടെ ജീവിതത്തിന്റെ സൗഖ്യത്തെയും അതേപോലെ തന്നെ പ്രതിസന്ധിയെയും കൈകാര്യം ചെയ്യുന്ന സ്വഭാവത്തിൽ നമുക്ക് പ്രതിബന്ധമായി നമ്മുടെ മുഹക്കിറാത്തുകളായ തെറ്റുകൾ റുക്കാമായിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അഴുക്ക് തേടി ഇറങ്ങൽ പ്രധാനമാണ്. ആ ഇറങ്ങലിനുള്ള അവസരമാണ് റമദാൻ. എന്താണ് ആ അഴുക്ക് തെരഞ്ഞ് ഇറങ്ങലിന്റെ പ്രധാനം? എന്തപ്പോ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് വിലയിരുത്തൽ നമുക്ക് സാധ്യമാകുമ്പോഴാണ് ആ അഴുക്ക് തേടി ഇറങ്ങലിന്റെ ഔത്സുക്യവും അതിനുള്ള പ്രതിബദ്ധതയും വർദ്ധിക്കുകയുള്ളൂ. ഇപ്പൊ നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പൊ നമ്മുടെ കഴിഞ്ഞ ഒരു 10 വർഷം മാത്രം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. എന്തൊക്കെ ജീവിതത്തിന്റെ ഇടപാടുകളിലൂടെ ഒരു മനുഷ്യൻ കടന്നുപോയിട്ടുണ്ടാവും, എന്തൊക്കെ ചേറിലൂടെയും ചളിയിലൂടെയും ഒരു മനുഷ്യൻ കടന്നുപോയിട്ടുണ്ടാവും. എത്രയൊക്കെ രഹസ്യമായ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റിളക്ക് വിധേയമല്ലാത്ത എത്രയെത്ര സ്ഖലിതങ്ങൾ വന്നു പോയിട്ടുള്ള മനുഷ്യരായിരിക്കും നമ്മൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിക്കും മനുഷ്യൻ എന്ന് പറയുന്നത് ഇൻസാൻ, നമ്മൾ നിസിയാനിന്റെ സത്തയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മറന്നു കളയും. നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ച ചെയ്തൊരു തിന്മനെ കുറിച്ച് തന്നെ നമ്മളൊന്ന് വിലയിരുത്താൻ ശ്രമിച്ചാലോ നമുക്ക് മുഴുവനായിട്ട് ഓർമ്മ ഉണ്ടാവില്ല. കഴിഞ്ഞൊരു മാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാലോ അതിലൊരു 50% നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞൊരു വർഷത്തെക്കുറിച്ച് ചിന്തിച്ചാലോ. അപ്പോൾ ഇത് മനുഷ്യന്റെ തിന്മകൾ ചെയ്യുവാനുള്ള സ്വാഭാവികമായ ഒരു പൈശാചികമായ വർക്കാണ്. പക്ഷെ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നിരീക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പടച്ചറബിന്റെ സംവിധാനത്തിന്റെ ഒരു സ്വഭാവം എന്താണ്? ഇത് നമുക്ക് തിരിയൽ പ്രധാനമാണ് അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമലുകൾ, നമ്മുടെ ജീവിതത്തിന്റെ നന്മകളും തിന്മകളും ഉള്ള ഒരു സെൻസറിങ് സംവിധാനം ഭൂമി ലോകത്ത് എന്താണ് എന്ന ആലോചന പ്രധാനമാണ്. അങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഭൂമി, ഈ ഭൂമിയുടെ പ്രത്യേകത എന്താ? നമ്മൾ വിചാരിക്കും ഭൂമി നന്നായിട്ട് മഴ പെയ്ത് അത് പച്ചച്ച് നമ്മളോട് പുഞ്ചിരിക്കുമ്പോൾ ഭൂമി നമ്മളോട് സൗഹൃദമാണ് പങ്കിടുന്നത് ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഭൂമിയുടെ പ്രത്യേകത എന്താ? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമി നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ഓരോ മനുഷ്യനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. ഇന്ന ഫുലാനൻ ഫഅല കദാ വകദാ, ഇന്ന മനുഷ്യൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന മോശമായ കാര്യം ചെയ്തു റബ്ബേ. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, കാരണം അത് അല്ലാഹു നിശ്ചയിച്ചു കൊടുത്ത ബോധനമാണ്. അപ്പൊ ഭൂമി നമ്മളെ സെൻസർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തിൽ നമ്മെ സെൻസർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹ്ക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. യഅലമു ഖാഇനത്തൽ അഅ്യുനി വമാ തുഖ്ഫി സുദൂർ. നമ്മുടെ കണ്ണിമ വെട്ടുന്നത്, നമ്മുടെ അടക്കാനക്കങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തുവാൻ ശേഷിയുള്ള റബ്ബിന്റെ ശേഷിയെ കുറിച്ച് നമുക്കറിയാവുന്നതാണ്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്.
നമുക്കൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പോലല്ല അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മളെ സെൻസർ ചെയ്തിട്ടല്ലാതെ. എന്ന് പറഞ്ഞാൽ പഴുതടച്ച നമ്മുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു സെൻസറിങ് സംവിധാനത്തിനകത്താണ് മനുഷ്യന്റെ സ്വാഭാവികമായ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഇത് രേഖപ്പെടുത്തിക്കോട്ടെ. ഇതിന്റെ പ്രശ്നം എന്താ? അല്ലേ? നമ്മുടെ കയ്യിൽ നമ്മുടെ കർമ്മപുസ്തകം കിട്ടുന്ന ഒരു പ്രദർശനം, ഒരു സ്ക്രീനിങ് ഉണ്ട്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, വളരെ ലളിതമായിട്ടൊന്ന് ചിന്തിക്കുക. ഇപ്പൊ ഈ കൂട്ടത്തിന് മുമ്പിൽ എൻ്റെ ഒരു 10 വർഷത്തെ കർമ്മം ഇവിടെ പ്രദർശിപ്പിക്കുവാൻ ഞാൻ തുനിയും? ഒരു നിലക്കും തുനിയൂല. അഭിമാനമുള്ള ഒരു മനുഷ്യൻ തുനിയൂല. നമ്മൾ ഓരോരുത്തരെ കുറിച്ച് അങ്ങനെ ഡിമാൻഡ് ചെയ്താലോ നമ്മൾ ആരും ചെയ്യില്ല. ഇവിടെ എത്ര ആളുള്ളത്? വിരലിൽ ഉണ്ടാവുന്ന മനുഷ്യരാണ്. ഇങ്ങനെയുള്ളൊരു സദസ്സിനെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സദസ്സിനെ കുറിച്ചല്ല അള്ളാഹു പറയുന്നത്. കോടാനുകൂടി മനുഷ്യർ, നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉള്ള ഒരു സദസ്സിൽ നമ്മുടെ സ്ഖലിതങ്ങളെയും നമ്മുടെ തിന്മകളെയും പ്രദർശിപ്പിക്കുന്ന ഒരു ലോകത്തെയും ഒരു കാലത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പ്രദർശനം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നിശ്ചയമായി നടക്കും. അപ്പോൾ തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികതയാണ്. പിന്നെന്താണ് നമ്മുടെ മുമ്പിൽ മാർഗം? ഇതെല്ലാം കളഞ്ഞൊരു പുതിയ മനുഷ്യനായിട്ട് നമുക്ക് തീരണം. അങ്ങനെ ഒരു പുതിയ മനുഷ്യനായി തീരാൻ ഇസ്ലാമിൽ 2 സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ഹജ്ജ് നിർവഹിക്കുക എന്നതാണ്. പരിശുദ്ധ ഹജ്ജ് നിർവഹിക്കുക. പരിശുദ്ധ ഹജ്ജ് നിർവഹിച്ചാൽ ഒരു പുതിയ കുഞ്ഞായി ആത്മാർത്ഥമായ ഒരു ഹജ്ജ് നിർവഹിച്ചാൽ പുതിയ ഹൃദയമുള്ള ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റും. ഹജ്ജ് എല്ലാവർക്കും നിർവഹിക്കാൻ കഴിയില്ല, അല്ലെ? കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഉപാധികൾ അത് പൂർത്തിയാകുമ്പോഴാണ് നമുക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുക. അതിനൊരു സമയവും സന്ദർഭവും തൗഫീഖും പടച്ചുറപ്പ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. പക്ഷെ അതേസമയം പുതിയ മനുഷ്യനായി നമ്മുടെ തിന്മയുടെ എല്ലാ ഹിസ്റ്ററിയും ക്ലീൻ ചെയ്യാനുള്ള ഒരു അവസരം, ആ അവസരം ഏതാണ് എന്ന് ചോദിച്ചാൽ ആ അവസരത്തിന്റെ പേരാണ് ഷഹ്റു റമദാൻ എന്ന് പറയുന്നത്. റമദാൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭാഷാപരമായിട്ട് അതിന്റെ അർത്ഥം എന്താ? കരിച്ചു കളയുക എന്നതാണ്. പൂർണ്ണമായിട്ട് അള്ളാഹു കരിച്ചു കളയാൻ തയ്യാറ്. അപ്പൊ നമ്മൾ റമദാനിൽ എടുക്കുന്ന ഇബാദത്ത്, ആ ഇബാദത്തുകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റമദാൻ നമ്മൾ ഏറ്റവും പ്രധാനമായി എടുക്കുന്ന ഇബാദത്ത് എന്താ? മൻ സ്വാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആരെങ്കിലും ആത്മാർത്ഥമായി പരിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ ഹിസ്റ്ററി ക്ലീൻ ചെയ്യും എന്നാണല്ലോ അർത്ഥം. പുതിയൊരു മനുഷ്യനായിട്ട് നമുക്ക് തീരാൻ പറ്റും. അപ്പൊ നോമ്പിന്റെ പവിത്രത, പ്രാധാന്യം അവിടെ കിടക്കുന്നത്. പിന്നെന്താ നമ്മൾ ചെയ്യാം? മൻ ഖാമ റമദാനൻ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായാൽ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുന്ന നമസ്കാരങ്ങൾ നമുക്കുണ്ടായാൽ, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ പുറത്തു കൊടുക്കുവാൻ അള്ളാഹു സന്നദ്ധനാണ്. പിന്നെന്താ നമ്മൾ ചെയ്യുക? മൻ തസദ്ദഖ ബിസദഖത്തിൻ വഇൻ തുഖൂഹാ ഔ തുബ്ദൂഹാ യഗ്ഫിർ ലക്കും ദുനൂബക്കും. ആത്മാർത്ഥമായി തന്റെ കയ്യിലുള്ള കസ്ബിനെ, സമ്പാദ്യത്തെ അതാളുകളിലേക്ക് നൽകിയാൽ യഗ്ഫിർ ലക്കും ദുനൂബക്കും, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഈ 3 ഇബാദത്തിന്റെയും മർമ്മം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തെളിച്ചവും വെളിച്ചവും നൽകുന്ന പുതിയ മനുഷ്യനാക്കി നൽകാം എന്ന് അല്ലാഹു നമ്മുടെ മുമ്പിൽ പറയാണ്. അതുകൊണ്ട് റമദാൻ ഈ വിളവെടുപ്പായി നമ്മുടെ മുമ്പിൽ ഉണ്ടായിത്തീരൽ പ്രധാനമാണ്. അങ്ങനെ ഒരു ക്ലീനിങ്ങിന് വേണ്ടിയുള്ള കനപ്പെട്ട നോമ്പും കനപ്പെട്ട നമസ്കാരവും കനപ്പെട്ട സ്വതക്കയും കനപ്പെട്ട അമലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അമലിനോട് നമുക്ക് കാഴ്ചപ്പാടുണ്ടാവണം എന്നതാണ്. കാരണം ഇന്നൽ മുഅ്മിന ലയറാ ദംബഹു ഫി അസ്ലി ജബലിൻ യഖാഫു അൻ യഖഅ അലൈഹി. ഒരു പർവ്വതം ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് വീണു പോകുമാർ എത്ര ഭയക്കുമോ, അതേപോലെ പുതിയ തെറ്റുകൾ അവന്റെ ജീവിതത്തിൽ വരുന്നതിനെ കുറിച്ച് ഒരു വിശ്വാസി ഭയക്കുമെന്നതാണ്. എന്നാൽ അവിശ്വാസിയായ ഒരു മനുഷ്യനോ ഇന്നൽ കാഫിറ യറാ ദംബഹു കദുബാബിൻ ഫൗക അൻഫിഹി, തന്റെ മൂക്കിലുള്ള ഒരു ഈച്ചയെ പോലെ, മൂക്കിൻ തുമ്പത്തിരിക്കുന്ന ഒരു ഈച്ചയെ പോലെ അതിനെ മനസ്സിലാക്കുള്ളൂ. ഒരു ഈച്ചയെ ഇപ്പോൾ പരമാവധി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒന്ന് തട്ടിക്കളയണം എന്നതുപോലെ തിന്മയെ നിസാരവൽക്കരിക്കുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത് നമുക്ക് കിട്ടിയ അപൂർവമായിട്ടുള്ള അവസരമാണ്.
ഓരോ മൗസിമാണ് നമുക്ക് ബിർറ് ചെയ്യുവാൻ, അള്ളാഹുവിന്റെ ബർക്കത്തിനെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു സവിശേഷമായ അവസരം നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പുതിയൊരു മനുഷ്യനായി തീരുവാനുള്ള ഒരു മാറ്റത്തിന് വേണ്ടി നമ്മുടെ നമസ്കാരത്തെയും നമ്മുടെ നോമ്പിനെയും അതേപോലെ തന്നെ നമ്മുടെ ഇബാദാത്തുകളെ മുഴുവനും സമീപിക്കുവാൻ നമുക്ക് സാധ്യമാകണം എന്നതാണ്. ഇതാണ് നോമ്പ് അടിസ്ഥാനപരമായി രൂപപ്പെടുത്തിയെടുക്കേണ്ട നമ്മുടെ ജീവിതത്തിലെ മാറ്റം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചാൽ റമദാൻ വിളവെടുപ്പിന്റെ വലിയ ഒരു മസ്റഅത്തായി മാറും. അത്താ റമദാനു മസ്റഅത്തുൽ ഇബാദി. അങ്ങനെ വിശ്വാസിയുടെ, അള്ളാഹുവിന്റെ അടിമയുടെ യഥാർത്ഥത്തിലുള്ള കൃഷിയിടമായി മാറും. ആ കൃഷിയിടത്തിന്റെ വിത്തിടൽ യഥാർത്ഥത്തിൽ റജബിൽ തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? റജബ് എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നന്മയുടെ വിത്തിറക്കുന്ന സമയമാണ്. ശരിക്കും റജബ് നമ്മളിലൂടെ കഴിഞ്ഞു പോയത്. നമ്മൾ തുടങ്ങി വെച്ച പല ശീലങ്ങൾ ഉണ്ടാവും, അല്ലെ? നമുക്ക് ശീലമില്ലാത്ത പല കാര്യങ്ങളും പഠിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. നമുക്ക് ചെയ്യാൻ കഴിയൂല എന്ന് തീരുമാനിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തോട് വിധേയപ്പെടുത്തുന്ന അസാധാരണമായിട്ടുള്ള ജീവിതശേഷി നൽകുന്ന ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ. കാരണം സാധാരണ ഇപ്പൊ നമ്മളിപ്പോ പുതിയ കാലത്ത് ഈ ഒരു ജീവിതാന്തരീക്ഷത്തിൽ ഒരു 2 മണിക്കൂർ നമ്മൾ പട്ടിണി അടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് സാധ്യമല്ല, അല്ലെ? നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വിഭവസമൃദ്ധമായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങി നിൽക്കുന്ന ഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. അതേപോലെ തന്നെ ഒരു പക്ഷേ കഴിഞ്ഞ മാസങ്ങളായി നമ്മുടെ ജീവിതത്തിൽ സുബഹി ബാങ്ക് കേട്ടവരായിരിക്കില്ല ഒരു പക്ഷേ നമ്മളിലെ പല ആളുകൾ. പക്ഷെ നമുക്ക് ചെയ്യാൻ കഴിയാത്ത, നമുക്ക് നിർവഹിക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ റമദാൻ 1 തുടങ്ങുമ്പോൾ 30 വരെ സുബഹിക്കുള്ള ബാങ്ക് നമ്മൾ കേൾക്കും. കാരണം ചുരുങ്ങിയത് നമുക്ക് എന്ത് ചെയ്യണം? തസഹുർ, അല്ലേ? അത്താൻ കഴിക്കണം. അത്താൻ കഴിക്കാൻ നമ്മൾ നീക്കും. നമ്മൾ തീരുമാനിച്ചെടുക്കാൻ, നമ്മുടെ ജീവിതത്തിൽ മാറ്റം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഫറായിദുകളായിട്ടുള്ള നമസ്കാരം തന്നെ മനുഷ്യൻ നിർവഹിക്കുവാൻ മടി കാണിച്ച മനുഷ്യൻ തതവ്വുആത്തുകളായിട്ടുള്ള സുന്നത്തായിട്ടുള്ള നമസ്കാരങ്ങളും അമലുകളും ചെയ്യുവാനുള്ള വ്യഗ്രതയും അതിനുള്ള സവിശേഷമായ താല്പര്യവുമുള്ള വ്യക്തിത്വമായ ഒരു മനുഷ്യൻ മാറും. ഇതാണ് റമദാനിന്റെ ശേഷി എന്ന് പറയുന്നത്. കാരണം ഇതൊരു വലിയ വിപുലമായ വിഭവങ്ങളെ കൊയ്തെടുക്കുന്ന മസ്റഅത്തായി അവന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധ്യമാകുമ്പോൾ തന്നെയാണ് കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. തഖ്വ രൂപപ്പെടുത്തിയെടുക്കുന്ന, ഒരു മെരുക്കിയെടുക്കുന്ന പ്രക്രിയയിലേക്ക് നോമ്പ് മാറും. ശരിക്കും സിയാം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മളെല്ലാവരും കേൾക്കാറുണ്ട്. സിയാം എന്ന് പറഞ്ഞാൽ മെരുക്കിയെടുക്കാൻ അർത്ഥം. ഒരുപാട് ദീർഘദൂര യാത്രക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒട്ടകത്തെ മുൻനിർത്തിക്കൊണ്ട് അറബികൾ എന്ത് ചെയ്യും? മാസങ്ങളോളം പട്ടിണി കിട്ടും. പട്ടിണിക്കിട്ട് ഭക്ഷണം കഴിക്കാതെ ഒരു ജീവിത അന്തരീക്ഷത്തിലേക്ക് ഈ ഒട്ടകത്തെ മാറ്റിയിടുന്നു. അങ്ങനെ ദീർഘദൂര യാത്ര നിർവഹിക്കുന്ന ഘട്ടത്തിൽ ഈ ഒട്ടകത്തിന് ഇത് വലിയൊരു പ്രയാസമായി മാറുകയില്ല. കാരണം ഒട്ടകത്തെ ഈ ഒരു പ്രതിഭാസത്തിലൂടെ മാറ്റിയെടുക്കുന്ന ഈ ഒരു പ്രക്രിയയുടെ പേരാണ് യഥാർത്ഥത്തിൽ അറബിയിൽ സിയാം എന്ന് പറയാം. എന്തുകൊണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന ഇബാദത്തിനെ കുറിച്ച് പറയുമ്പോൾ സിയാം എന്ന പ്രയോഗം ഇസ്ലാം പ്രയോഗിച്ചു? ഈ മെരുക്കിയെടുക്കൽ സാധ്യമാകുമ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ നോമ്പെന്ന് പറയുന്ന ഇബാദത്ത് നമ്മുടെ ജീവിതത്തോട് സംവദിക്കുവാൻ ശേഷിയുള്ള, നമ്മുടെ ദുനിയാവിന്റെ താല്പര്യങ്ങളോട് കലഹിക്കുവാൻ ശേഷിയുള്ള, നമ്മുടെ ബലഹീനതകളോടും നമ്മുടെ ഇച്ഛ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ജീവിതത്തിന്റെ മാലിന്യങ്ങളോട് പ്രതികരിക്കുവാൻ ശേഷിയുള്ള ഇബാദത്തായി തീരുവാൻ പരിശുദ്ധ റമദാന് സാധ്യമാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയെടുക്കൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നോമ്പനുഷ്ഠിക്കുക എന്നത് മാത്രമല്ല റമദാനിലൂടെ നമുക്ക് സാധ്യമായി എടുക്കേണ്ടത്, വിജയിക്കുന്ന നോമ്പുകാരനായി തീരുക എന്നതാണ്. നോമ്പിനെ കുറിച്ച് തന്നെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നോമ്പിന് പല മർത്തബകളുണ്ട്. സാധാരണ ഒരു പുറം നോമ്പുകാരനായിട്ട് മാറാം. പുറം നോമ്പുകാരനായി മാറുമ്പോൾ ആ മനുഷ്യന്റെ നോമ്പിന്റെ പ്രത്യേകത എന്താ? ആ നോമ്പിലൂടെ ആ മനുഷ്യന് ആമാശയത്തിന് മാത്രമാണ് നോമ്പ്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൽബിനോ അവന്റെ ലിസാനിനോ അവന്റെ വിചാരങ്ങൾക്കോ അവന്റെ വികാരങ്ങൾക്കോ നോമ്പില്ല. ഇപ്പൊ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിന്റെ ഒരു സൗന്ദര്യം തന്നെ തീർച്ചയായും തികച്ചും അള്ളാഹ്ക്കും ആ മനുഷ്യന് മാത്രം തിരിയുന്ന ഒരു ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. അപ്പൊ മറ്റു ഇബാദത്തൊന്നും തിരിയില്ല എന്നല്ല അതിന്റെ അർത്ഥം. മറ്റുള്ള ഇബാദത്തിനും അള്ളാഹുവോടുള്ള കണക്ഷനും ആ അർത്ഥത്തിലുള്ള വിലയിരുത്തപ്പെടലുമുണ്ട്, സ്വാഭാവികമാണ്. പക്ഷെ നോമ്പിന്റെ ഒരു പ്രത്യേകത എന്താ? നോമ്പ് തികച്ചും ഒരു മനുഷ്യനുണ്ടോ
അതിന്റെ ഇഹ്സാനിയത്ത് എത്രയാണ്, അതിന്റെ സ്വീകാര്യത എത്രയാണ്, അതിന്റെ ഖുബൂലിയത്ത് എത്രയാണ് എന്ന് തിരിയുന്നത് അള്ളാഹ്ക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് അസ്സൗമു ലീ വഅന അജ്സി ബിഹി. നോമ്പ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതെനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് സവിശേഷമായി ഇബാദത്തിനെ കുറിച്ച് അള്ളാഹ് പറയാൻ കാരണം എന്താ? കാരണം അത്രമാത്രം ഏറ്റവും ക്വാളിറ്റിയുള്ള നോമ്പ് കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലനങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാനുള്ള നോമ്പായി തീരുകയുള്ളൂ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പിന്റെ അധിനാമർത്തവയാണ് ഞാൻ സൂചിപ്പിച്ച പട്ടിണി എന്ന് പറയുന്നത്. നോമ്പിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം എന്താണ്? അത് കൽബിനെ പാകപ്പെടുത്തുന്ന നോമ്പാണ്, നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന നോമ്പാണ്. ഏതാണ് കൽബ്? കൽബുൻ സലീം, സ്വീകാര്യോഗ്യമായിട്ടുള്ള കൽബാണ്. ആ കൽബിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വിലക്കനുസരിച്ച് ക്രമീകരിച്ച ഹൃദയമാണ്. അവന്റെ ജീവിതത്തിൽ ഭൗതികമായിട്ടുള്ള വ്യവഹാരങ്ങളിൽ ധാരാളം താല്പര്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ ആ താല്പര്യങ്ങളെയൊക്കെ മറികടക്കുവാൻ അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങളും താല്പര്യങ്ങളും റിളയും ഏറ്റവും മനോഹരമായി സ്വീകരിച്ച കൽബുൻ സലീം, ഏറ്റവും സ്വീകാര്യയോഗ്യമായ കൽബുൻ സലീമിന്റെ നോമ്പാണ് ആ നോമ്പ് എന്ന് പറയുന്നത്. അത്തരം സ്വാധീനാർഹമായ നോമ്പിലേക്ക് നമ്മൾ എത്തിപ്പെടുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സ്വാധീനാർഹമായ നമസ്കാരക്കാരനായി തീരുക എന്നതും പ്രധാനമാണ്. സ്വാധീനാർഹമായ നമസ്കാരക്കാരനായി തീരുക. നമസ്കാരം സ്വയം ഒരു ഇബാദത്താകുന്നതോടൊപ്പം തന്നെ നമസ്കാരം സ്വീകാര്യോഗ്യമായിട്ടുള്ള ഇബാദത്തായി തീരുന്നത് ആ നിലക്ക് നമസ്കാരത്തെ സമീപിക്കുവാൻ നമുക്ക് സാധ്യമാകുമ്പോഴാണ്. നിസ്കാരത്തെ കുറിച്ച് ഖുർആൻ വാചാലമാകുന്നത് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമസ്കരിക്കാത്തവരുടെ ആഖിബത്തിനെ കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നതിനേക്കാൾ ഗൗരവത്തിൽ നമസ്കരിക്കുന്ന മനുഷ്യന്റെ ആഖിബത്തിനെ കുറിച്ചാണ് ഖുർആൻ വാചാലമാകുന്നത്. നമസ്കാരക്കാർക്ക് നാശം, കാരണം അവർ അവരുടെ നമസ്കാരത്തെ കുറിച്ച് അശ്രദ്ധയായിരിക്കും. എന്താണ് സഹ എന്ന് പറഞ്ഞാൽ അർത്ഥം? സഹ എന്ന് പറഞ്ഞാൽ അത് വിപുലമായ ഉദ്ദേശ്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്ത് നമ്മൾ നിർവഹിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ സമയത്തെ കുറിച്ച് ബോധമില്ലാത്തവർ, നിർവഹിക്കുന്ന ആരാധനയിൽ അതിന്റെ ഖുശൂഇനെ കുറിച്ചും അതിന്റെ ഉണ്മയെ കുറിച്ചും ബോധമില്ലാത്ത മനുഷ്യർ, അത് നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഒരു ഇബാദത്തിന് നമ്മളുടെ കൽബിന് കൊടുക്കേണ്ട ഏകാഗ്രതയെ കുറിച്ച് ബോധമില്ലാത്ത മനുഷ്യർ, ഇങ്ങനെ വിപുലമായ സ്വഭാവത്തിലാണ് നമസ്കാരത്തിലുള്ള അശ്രദ്ധയെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത്. അപ്പോ നമസ്കാരത്തിന്റെ സമയത്തെ കുറിച്ച്, യഥാർത്ഥത്തിൽ ഇപ്പൊ നമസ്കാരത്തിന്റെ സമയത്തെ കുറിച്ചുള്ള അശ്രദ്ധയെ കുറിച്ച് നമ്മൾ വിലയിരുത്തുന്ന ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇപ്പൊ നമ്മൾ ഏറ്റവും സവിശേഷ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ഇബാദത്താണ് സുബ്ഹ് നമസ്കാരം എന്ന് പറയുന്നത്. നമ്മുടെ സുബ്ഹ് നമസ്കാരത്തിന്റെ ഒരു കഥ എന്താണ് എന്ന് ആലോചിക്കേണ്ടതാണ്. ശരിക്കും സുബ്ഹ് നമസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉണരുമ്പോൾ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമല്ലല്ലോ യഥാർത്ഥത്തിൽ സുബ്ഹ് നമസ്കാരം എന്ന് പറയുന്നത്. സുബ്ഹ് നമസ്കാരത്തിന് അതിന്റെ നമ്മുടെ ഫജ്റോടുകൂടി, ഫജ്റിന്റെ സമയത്തോടുകൂടി, തുലൂഅോടുകൂടി നമ്മൾ നിർവഹിക്കേണ്ട ഇബാദത്താണ്. ആ സമയത്ത് അത് നിർവഹിക്കുന്ന ഇന്ന സ്വലാത്ത് കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, അങ്ങനെ മൗഖൂതായി സമയബന്ധിതമായി അതിനെ നിർവഹിക്കുവാൻ കഴിയുമ്പോഴാണ് ആ അമൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനാർഹമായ നമസ്കാരമായിട്ട് മാറി തീരുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ സമയത്തെ കുറിച്ച് ബോധമുണ്ടാവുക. ഇപ്പൊ നമ്മുടെ തഖ്വയെ കുറിച്ച് തന്നെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, ഒരു മനുഷ്യനുണ്ടാവേണ്ട തഖ്വ എന്ന് പറയുന്നത് ഇബാദാത്തിനെ കുറിച്ചുള്ള ഒരു വേദനയാണ്. എന്താണ് ആ വേദനയുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഒരു വക്ത് എൻ്റെ ജീവിതത്തിൽ സമയത്തിൽ കിട്ടുമ്പോൾ എൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു തലദ്ദുണ്ട്, എൻ്റെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു മാധുര്യം, ആ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ തഖ്വ എന്ന് പറയുന്നത്. ഒരു ഇബാദത്ത് നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് അത് നിർവഹിക്കുവാനുള്ള നമ്മുടെ ഭൗതികമായ അലസതയിൽ രൂപപ്പെടുന്ന ആ നമസ്കാരം വൈകിപ്പോകുമ്പോൾ, ആ ഇബാദത്ത് വൈകിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന, ആ വേദന നമുക്കുണ്ടെങ്കിൽ അതാണ് അൽ അലമു അനിൽ ഇബാദാത്ത്. ഇബാദാത്തിനെ കുറിച്ചുള്ള ഒരു മനുഷ്യന്റെ തഖ്വയുടെ അലാമത്തായിട്ടുള്ള അലം, വേദന എന്ന് പറയുന്നത്. അപ്പൊ ആ സ്വഭാവത്തിൽ നമ്മൾ നിസ്കരിക്കാൻ ശ്രമിച്ചാൽ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അത്തരം വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, കാരണം
അവരവരുടെ നമസ്കാരത്തെ കുറിച്ച് ഖുശൂ ഉള്ള മനുഷ്യരാണ്. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്നവരാണ് എന്നല്ല ഖുർആൻ വിശദീകരിക്കുന്നത്. അവരുടെ നമസ്കാരത്തെ കുറിച്ചും അതിന്റെ സ്വീകാര്യതയെ കുറിച്ചും അല്ലെ, അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ നമസ്കാരത്തിന്റെ വേവലാതിയെ കുറിച്ച് നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും. അബൂ ദർദാ റളിയല്ലാഹു അൻഹു എപ്പോഴും ബേജാറാവുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ഓരോ നിസ്കാരം കഴിഞ്ഞാലും അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയും. അപ്പോൾ സ്വഹാബികൾ ഒന്ന് ചോദിക്കും, നിങ്ങൾക്ക് നിസ്കാരം കിട്ടിയില്ലേ? നിസ്കാരം കിട്ടാത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നത്, ഞാനിപ്പോൾ ഒരുപാട് വക്ത് നിസ്കരിച്ചു, പക്ഷെ നിസ്കരിച്ചു എന്നുള്ള കാരണത്താൽ മാത്രം അത് സ്വീകരിക്കുവാൻ യോഗ്യമല്ലല്ലോ. ഇത് അള്ളാഹു സ്വീകരിക്കുമോ സ്വീകരിക്കുകയില്ലേ എന്ന ഒരു വേദന എൻ്റെ ഹൃദയത്തെ നന്നായി അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആ വേദന എൻ്റെ ജീവിതത്തെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്നതാണ്. നമ്മുടെ വേദനയുടെയും നമ്മുടെ ഒരു വെപ്രാളത്തിൻ്റെയും നമ്മുടെ ഒരു ദുനിയാവിൻ്റെ ക്രമീകരണത്തിലെ താല്പര്യത്തിൻ്റെയും ബേജാറന്തിനെ കുറിച്ചാണ് എന്നത് നമുക്ക് തിരികെ പ്രധാനമാണ്. അങ്ങനെ നമ്മുടെ ഇബാദത്തുകളെ സമീപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ട ഒരു സമയം കൂടിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ധാരാളമായി സ്വതക്ക ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. വഹുവ ശഹ്റുൽ മുവാസാത്ത്, നമ്മുടെ ധാരാളം നമ്മുടെ കാരുണ്യം പരന്നൊഴുകേണ്ട ഒരു മാസമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഇസ്ലാമിൽ ഏത് ഇബാദത്ത് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ ഒരു സാമൂഹികമായിട്ടുള്ള അതിൻ്റെ പ്രതിഫലനത്തിൻ്റെ പ്രകടനപരത, അതിൻ്റെ ഒരു പ്രതിഫലനം നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നിസ്കാരം ഒരു മനുഷ്യന് ധാരാളമായി ആത്മീയമായിട്ട് പടച്ച റബ്ബിനോടുള്ള കുർബത്തിനെ സാധ്യമാക്കേണ്ട ഇബാദത്തായിട്ട് പോലും നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം നിർവഹിക്കേണ്ടത് എങ്ങനെയാണ്? സംഘടിതമായിട്ടാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇബാദത്ത് കൊണ്ട് നൽകുന്ന സാമൂഹികമായൊരു വിളവെടുപ്പുണ്ട്. അത് ഏത് ഇബാദത്തിൻ്റെ പ്രത്യേകത. ഇപ്പൊ ഹജ്ജിനെ കുറിച്ച് ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യൻ ഇത്രമാത്രം ആത്മീയമായി ഒരു ജീവിതത്തിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു അവസരം ഒരു മനുഷ്യന്റെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ആ ഹജ്ജ് എങ്ങനെയാണ് നിർവഹിക്കുന്നത്? ആ ഹജ്ജ് നിർവഹിക്കുന്നത് കൂട്ടായിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഏത് ഇബാദത്ത് എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ ഇബാദത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ നിലനിൽക്കുന്ന സമൂഹത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വാധീനവും മനുഷ്യനോട് സംവദിക്കാനുള്ള ശേഷിയുമാണ്. അപ്പൊ സ്വതക്കയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ സക്കാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സക്കാത്തിനെ കുറിച്ച് ധാരാളം കലഹങ്ങളും ചർച്ചകളും കണ്ടുകൊണ്ടിരിക്കുന്ന വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്വതക്കയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇസ്ലാമിൽ സക്കാത്ത് എടുക്കേണ്ട മാസമല്ല റമദാൻ എന്ന് പറയുന്നത്, അത് വേറെ വിഷയമാണ്. പക്ഷെ അതേസമയം നമ്മുടെ ഒരു നിസാബ് തികയുന്ന ഒരു ക്രമീകരണം, വിശ്വാസി സമൂഹത്തിന്റെ പൊതുവായ ഒരു ക്രമീകരണം നടക്കുന്ന ഒരു മാസം എന്നുള്ള നിലയ്ക്ക് റമദാനിൽ കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ സക്കാത്തിനെ കുറിച്ച് ഇസ്ലാമിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഇബാദാത്തുകൾ അതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ പ്രതിഫലിക്കേണ്ടത് എന്ന് മുസ്ലിം സമുദായം ഉറക്കമൊഴിച്ച് ചിന്തിക്കേണ്ടതിന്റെ പകരം ഒരു വിഭാഗം ജനവിഭാഗം അതിലിടം കോലിട്ടുകൊണ്ട് അതിന്റെ സ്വീകാര്യതയെക്കുറിച്ചും ഇസ്ലാം നിശ്ചയിക്കാത്ത ഒരു മുൻഗണനയെക്കുറിച്ചും സംസാരിക്കുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്ലാമിലെ സക്കാത്ത്, ഇസ്ലാമിലെ സദഖ അത് പാവപ്പെട്ട മനുഷ്യനെ കുറിച്ച് കൂടി അവന് പകർത്തു നൽകുന്ന, അവന്റെ ജീവിതത്തെ കൂടി നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്ന, ജീവിതത്തിലേക്ക് കയറ്റി നിർത്തുവാൻ കഴിയുന്ന ഇബാദത്താണ് ഇസ്ലാമിലെ സദഖ എന്ന് പറയുന്നത്. അള്ളാന്റെ റസൂൽ ഫക്കീറായിരിക്കെ തന്നെ, അള്ളാന്റെ റസൂൽ സാമ്പത്തികമായി ധാരാളം സാധ്യതയില്ലായിരിക്കെ തന്നെ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്തിരുന്ന ശൈലിയും ജീവിത സംസ്കാരവുമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഒരിക്കലും ഒരു അഗറാബി വന്നിട്ട് പ്രവാചകനോട് എന്തെങ്കിലും തരുമെന്ന് ചോദിച്ചപ്പോൾ ധാരാളം ആടുകളെ പ്രവാചകൻ കൊടുത്തു. പ്രവാചകന് ഒരു സമ്മാനം കിട്ടിയതാണ്. പ്രവാചകന് ധാരാളം ആവശ്യമുണ്ടായിരുന്നു. കാരണം പ്രവാചകന്റെ അടുപ്പ് എന്ന് പറയുന്നത് ഒരു മാസം തികച്ച് കഴിയാത്തതാണ്. ഒരു മാസം തികച്ച് പുകയാത്ത അടുപ്പുകളാണ്. പക്ഷെ അള്ളാന്റെ പ്രവാചകൻ നിരന്തരമായി ഒരു അഴിച്ച കാറ്റിനെ പോലെ, മന്ദമാരുതനെ പോലെ. മന്ദമാരുതന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് നിലക്കാതെ നമുക്ക് ഇങ്ങനെ ആശ്വാസം നൽകിക്കൊണ്ടേയിരിക്കും. ആ ആശ്വാസം കണക്കിയ മനുഷ്യന് തൻ്റെ സാമ്പത്തികമായി തൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ടും സ്വതക്കയുടെ വലിയ സംസ്കാരത്തെ പകുത്തു നൽകിയവനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഒരു നിമിഷവും നമുക്ക് ആവശ്യമില്ലാത്ത സമയമല്ല. നമുക്കറിയാം
അള്ളാഹിന്റെ റഹ്മത്തില്ലാതെ നമ്മുടെ ജീവിതാടക്കാനൊക്കെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയില്ല. നമ്മുടെ ഇരുത്തം, കടത്തം, നമ്മുടെ ജീവിതത്തിന്റെ ആയുഷ്, നമ്മുടെ ജീവിതത്തിന്റെ ഖൈറ്, ഷർറ്, ഇതിനെയൊക്കെ സ്വാധീനിക്കുന്ന ഒന്നാണ് അള്ളാഹുവിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്, അള്ളാഹിന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ യൻഫഉ ദൽ ജദ്ദി വമിൻകൽ ജദ്ദ്. പടച്ചവനെ, നീ നൽകിയതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല, നീ നൽകാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് നമ്മൾ. പക്ഷെ ഈ മനുഷ്യൻ അള്ളാഹുവിന്റെ റഹ്മത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഘട്ടത്തിൽ അള്ളാഹിന്റെ റഹ്മത്ത് നമുക്ക് ഉണ്ടായി തീരുവാനുള്ള ഒരു സംസ്കാരവും ജീവിതത്തിന്റെ അർഹതയും നമ്മൾ നേടിയെടുക്കൽ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടും, അള്ളാഹ് റഹ്മത്ത് പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. പക്ഷേ അള്ളാഹു നമ്മുടെ മുമ്പിൽ ഒരു കണ്ടീഷൻ വെക്കാണ്, യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ആകാശത്തുള്ളവന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഭൂമി ലോകത്തോടുള്ള മനുഷ്യരോട് നിങ്ങൾ കാരുണ്യം ചെയ്യുന്നവരാകണം. അവർക്ക് സമ്പത്തായും അവർക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടും അവർക്ക് ആവശ്യമുള്ള ദൈനംദിന ആവശ്യങ്ങളെ പകുത്തു നൽകുവാൻ കഴിയുന്ന ഉത്കൃഷ്ട സ്വതക്കകൾ നിർവഹിക്കുന്ന ജീവിതത്തെ അവരെ ചേർത്ത് നിർത്തുവാൻ കഴിയുന്ന സംസ്കാരമുള്ള മനുഷ്യരായി തീരുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിന് നമ്മൾ പാത്രമായി തീരുന്നത്. ഒരു മനുഷ്യനെ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, അള്ളാഹിന്റെ റഹ്മത്ത് എങ്ങനെ കിട്ടുക? നാളെ ഒരു പക്ഷേ നമ്മൾ മരണപ്പെട്ട് കിടക്കുന്ന ഘട്ടത്തിൽ, നാളെ ബർസഖിയായ ജീവിതത്തിൽ നമ്മൾ മരണപ്പെടുന്ന ഘട്ടത്തിൽ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, ഈ മനുഷ്യന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റബ്ബേ. ഈ മനുഷ്യനെ കുറിച്ച് അള്ളാഹ് വിലയിരുത്താണ്, ആ മനുഷ്യന്റെ ദുനിയാവിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യന്റെ അയൽവാസിയുമായിട്ട് കഴിഞ്ഞ 10 വർഷത്തിലധികമായി തർക്കമാണ്. എന്താ തർക്കത്തിന്റെ കാരണം? ഒരടി വഴി വിട്ടു കൊടുക്കുന്നതിന്റെ തർക്കമാണ്. ഒരടി വഴി വിട്ടുകൊടുത്താൽ മതി, ഒരടി വഴി വിട്ടുകൊടുത്താൽ മനുഷ്യന്റെ സ്വാഭാവികമായ ദൈനംദിന ജീവിതത്തിന്റെ ആവശ്യങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എന്നിട്ട് ഈ മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുന്ന ഘട്ടത്തിൽ വാടകക്ക് മൗലവിമാരെ വിളിച്ചിട്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈ, ഈ മനുഷ്യന്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അള്ളാഹ് ഈ മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ എങ്ങനെ ഈ മനുഷ്യന്റെ ഖബർ വിശാലമാക്കി കൊടുക്കുക? അതേസമയം പാവപ്പെട്ട മനുഷ്യന്റെ ഒരു കുടിലിന്റെ കാരണമായി തീർന്നാൽ ഒരു പ്രാർത്ഥനയും വേണ്ട. ആ മനുഷ്യൻ ആ കുടിലിൽ കടന്ന് നെടുവീർപ്പിടുന്ന ആ നെടുവീർപ്പ് മതി ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ സൗഖ്യവും സുഗന്ധവും സൗന്ദര്യവും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ എന്ന് നമുക്ക് തിരിയേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വതക്ക എന്ന് പറയുന്നത് കൂടി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഴിയുന്നത് പോലെ നമ്മുടെ സാധ്യതക്കനുസരിച്ച് നമ്മുടെ പരിമിതിക്കകത്തും നിർവഹിക്കുന്ന സംസ്കാരം നമുക്ക് ഉണ്ടാകണം. ഖൈർ സ്വതക്ക എന്താണ് എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. ഏറ്റവും ക്വാളിറ്റിയുള്ള സ്വതക്ക എന്താ? ഏറ്റവും ബിറായ സ്വതക്ക എന്താണ്? പ്രവാചകനോട് സ്വഹാബികൾ സംശയം ചോദിക്കുന്നുണ്ട്. അള്ളാഹിന്റെ പ്രവാചകൻ എന്താ പറഞ്ഞ? ഒരുപാട് സ്വതക്ക കൊടുക്കണം എന്നതല്ലല്ലോ, എല്ലാവർക്കും ഒരേപോലെ സ്വതക്ക കൊടുക്കാൻ കഴിയില്ല. പക്ഷേ നമുക്ക് ഒരു സാധ്യതയില്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ആകെ 5 രൂപയുള്ളത്, ആ 5 രൂപ നമുക്കിപ്പോൾ അനിവാര്യമായും ആവശ്യമുള്ള ഒരു സംഗതിയാണ്. അത് കൊടുക്കാൻ ഒരു മനുഷ്യന് സാധ്യമായാൽ തന്റെ ആവശ്യങ്ങൾ അനിവാര്യമായിരിക്കെ തന്നെ ആ മനുഷ്യൻ ആ 5 രൂപ തന്റെ സഹോദരന് കൊടുക്കുവാൻ തയ്യാറായാൽ ആ സ്വതക്കയുടെ പേരാണ് ഇസ്ലാമിലെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വതക്ക എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വതക്ക നിർവഹിക്കുന്നതിനപ്പുറത്ത് വിജയിച്ച സ്വതക്ക കൂടി നിർവഹിക്കുക എന്ന് പറയുന്നത് മാക്സിമം അല്ലേ. അപ്പൊ അതുകൊണ്ട് സ്വതക്ക നിർവഹിക്കുക എന്നതിലപ്പുറത്ത് സ്വീകാര്യതയുടെ ക്വാളിറ്റിയെ കുറിച്ച് അതിനെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, റമദാൻ എന്ന് പറയുന്നത് ഷഹ്റുൽ ഖുർആൻ, ഖുർആനിന്റെ മാസം കൂടിയാണ്. ഖുർആനിനോടുള്ള സമീപനം കൂടി കൃത്യപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട സമയമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ഖുർആനിനോടുള്ള സമീപനം വിപുലമായ സ്വഭാവത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കൽ ഈ പരിമിതമായ സമയത്ത് സാധ്യമായ ഒന്നല്ല. എന്തപ്പോൾ നമ്മൾ ഖുർആനോട് മൗലികമായി നമ്മൾ ചെയ്യേണ്ട ബാധ്യത? തിലാവത്തുൽ ഖുർആൻ, ഇസ്തിമാഉൽ ഖുർആൻ, ഹിഫ്ദുൽ ഖുർആൻ. ഖുർആൻ പാരായണം ചെയ്യുക എന്നത് തന്നെയാണ്. ഖുർആൻ പാരായണം ചെയ്തു തുടങ്ങുക.
നമ്മുടെ ജീവിതത്തിന്റെ തിരക്കിനിടയിൽ ഖുർആൻ പാരായണം ചെയ്യുവാനുള്ള ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമായി തീരുക എന്നത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഖുർആന്റെ തിലാവത്ത് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ തിലാവത്ത് നടത്തുക എന്നത് മാത്രമല്ല, സ്വാധീനാർഹമായ തിലാവത്ത് നടത്തുക എന്നുള്ളതാണ്. ഓതേണ്ട പോലെ നമ്മൾ ഖുർആൻ ഓതിയുള്ള പ്രത്യേകത എന്താ? ഓതേണ്ട പോലെ നമ്മൾ ഓതിയാൽ ആ ഓത്ത് സാദത്തുഹും ഈമാന, നമ്മുടെ ഹൃദയത്തിൽ പ്രതിഫലനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഈമാനിന്റെ ഒരു സ്പാർക്ക് നമ്മുടെ ഹൃദയത്തിൽ കോറിയിടുന്ന തിലാവത്തുകളായി തീരും എന്നുള്ളതാണ്. അങ്ങനെ തിലാവത്ത് നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും രഹസ്യമായ ജീവിതത്തിന്റെ അന്ത്യയാമങ്ങളിൽ, സമയങ്ങളിൽ, സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ ആയാത്തുകളുടെ തിലാവത്തിനാൽ മുഖരിതമായ സമയങ്ങൾ റമദാൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ്. അങ്ങനെ നമ്മൾ തിലാവത്ത് നടത്തുവാൻ നമ്മൾ ശ്രമിച്ചാൽ ആ തിലാവത്ത് രൂപപ്പെടുത്തിയെടുക്കുന്ന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിഫലനം എന്ന് പറയുന്നത് ചെറുതല്ല. അപ്പൊ ജീവിതത്തിൽ തിലാവത്തിനെ, ഖുർആൻ പാരായണത്തെ പരിശീലിക്കേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ ശൈലിയായി മാറ്റിയെടുക്കേണ്ട സമയമാണ്. അതേപോലെ തന്നെ ഇസ്തിമാഉൽ ഖുർആൻ, ഖുർആൻ കേൾക്കുക. പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആനന്ദത്തിന്റെ ഒരു മേഖലയാണല്ലോ കേൾവി എന്ന് പറയുന്നത്. നമ്മൾ എന്താണ് കേൾക്കാറ്? നമ്മുടെ കേൾവിയുടെ മുൻഗണന എന്താണ്? ഇസ്ലാം പറയുന്നു നിങ്ങളുടെ കേൾവിയുടെ മുൻഗണന അള്ളാഹുവിന്റെ കലാമായിരിക്കണം എന്നതാണ്. ആയത്താനി മഖ്സൂനതാൻ, അള്ളാഹുവിന് ഒരിക്കലും ഇങ്ങനെ പറയാൻ, രണ്ടായത്ത് കേൾക്കുമ്പോ എനിക്കത് മുഴുവിക്കാൻ കഴിയുന്നില്ല, എനിക്ക് മര്യാദക്കൊന്ന് നിൽക്കാൻ കഴിയുന്നില്ല. ഏതാണ് ആയത്ത്? ഇന്ന അദാബി റബ്ബി ലവാഖിഅ, എന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ എത്രത്തോളം ആയത്തുകളിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടാവും. അല്ലാഹുവിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ ഇസ്തിമാഉൽ ഖുർആന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അല്ലാഹുവിന്റെ പ്രവാചകൻ പ്രബോധനവുമായി മക്കയിലെത്തുന്ന സന്ദർഭത്തിൽ മക്കയിൽ പ്രഖ്യാപിക്കുന്നുണ്ട്, ഉമറിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ച്, ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഖത്താബിന്റെ മകൻ ഇസ്ലാം സ്വീകരിക്കില്ല. കഴുത ഇസ്ലാം സ്വീകരിക്കില്ല നമുക്കറിയാം അല്ലെ. നടക്കാത്തൊരു കാര്യം നടന്നാലും ഉമർ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ചരിത്രമാണ് ഉമർ എന്ന് പറയുന്നത്. പിൽക്കാലത്ത് ഉമർ അള്ളാന്റെ റസൂലിന്റെ മരണം കേട്ടിട്ട് ഉൾക്കൊള്ളാൻ കഴിയാതെ വാളൂരിക്കൊണ്ട് പറയുന്നുണ്ട്, ആരെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതൻ മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവന്റെ കഴുത്ത് ഞാൻ അരി എന്ന് പ്രഖ്യാപിച്ചാണ് ഉമർ റളിയല്ലാഹു പ്രവാചകന്റെ സന്നിധിയിലേക്ക് വരുന്നത്. മരണപ്പെട്ട പ്രവാചകന്റെ ജനാസ കാണാൻ, പ്രവാചകന്റെ ജനാസ കാണുവാൻ കഴിയാതെ ഉമർലാഹുവിന്റെ ചരിത്രത്തിൽ, ഉമർലാഹുവിന്റെ കയ്യിൽ നിന്ന് വാള് ഉതിർന്നു വീണ ചരിത്രത്തിന്റെ ഒരു സംഭവമേ ചരിത്രത്തിന്റെ ചുമരത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് അള്ളാന്റെ പ്രവാചകന്റെ മരണം കാണാൻ കഴിയാത്ത അവസ്ഥയാണ്. ഉമറിന്റെ വാള് കൊയ്തെടുത്ത തലകളും ആർജവത്തോടുകൂടി പ്രതികരിച്ച ചരിത്രമാണ് യുദ്ധത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഉമറിന്റെ വാള് തോറ്റുപോയത്, അള്ളാന്റെ ഹബീബായ റസൂൽ മരണപ്പെട്ടത് കാണാൻ കഴിയാത്ത സന്ദർഭത്തിലാണ്. എങ്ങനെ ഉമർ ഉണ്ടായി? ഈ ഖത്താബിന്റെ കഴുത ഇസ്ലാം സ്വീകരിച്ചാലും ഖത്താബിന്റെ മകൻ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ച ഖത്താബിന്റെ മകൻ ഉമർ എങ്ങനെയാണ് ചരിത്രത്തിൽ എനിക്ക് ശേഷം ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഉമറാണെന്ന് പറയുവാൻ മാത്രം ഉത്കൃഷ്ടനായ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തിയത് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് ഉമറിന്റെ സഹോദരി ഫാത്തിമയും അവരുടെ ഭർത്താവ് സഈദും സൂറത്തുൽ താഹ ഓതി കേട്ടുവരുന്ന സന്ദർഭമാണ് ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിന്റെ, ഇസ്ലാം സ്വീകരണത്തിന്റെ ഏറ്റവും മനോഹരമായ ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഖുർആന്റെ ഇസ്തിമാഉമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഖുർആൻ കേട്ടുകൊണ്ട് ജീവിതത്തിൽ സൗന്ദര്യം രൂപപ്പെടുത്തിയ ധാരാളം മനുഷ്യരെ നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ട് ഖുർആൻ കേൾക്കുവാനുള്ള സന്ദർഭമായി, ഖുർആൻ ധാരാളമായി കേൾക്കുവാൻ തീരുമാനമെടുക്കുന്ന സമയമാണ്. പുതിയ കാലത്തൊക്കെ ടെക്നോളജിക്കൽ എംപവർമെന്റ് ഉള്ള ഒരു കാലത്ത് ഖുർആൻ കേൾക്കാൻ എന്തൊക്കെ സാധ്യതയുള്ള ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം സാധ്യതകൾ, വ്യത്യസ്തമായ ഖിറാഅത്തുകൾ, മനോഹരമായ ഖിറാഅത്തുകൾ കേൾക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് സംവദിക്കുന്ന ഖിറാഅത്തുകളും തിലാവത്തുകളും രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന സമയവും സന്ദർഭവുമായി ഇത് മാറിത്തീരുവാൻ സവിശേഷമായ ശ്രദ്ധ നമുക്കുണ്ടാവണം എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. അള്ളാഹുവിനോടുള്ള ഇബാദത്തിനെ നട്ടു നനക്കുന്ന മാസമാണ് റമദാൻ എന്ന് പറയുന്നത്.
അള്ളാഹുവിനോടുള്ള ഇബാദത്ത് സ്വയം നമ്മുടെ ഒരു ലക്ഷ്യമാകുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിനോടുള്ള ഖുർബത്താണല്ലോ നമ്മുടെ ഇബാദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. പടച്ച റബ്ബെന്നെ അറിയണം, പടച്ച റബ്ബിന്റെ താല്പര്യവും വിളയും ഞാൻ അനുഭവിക്കണം, അള്ളാഹുവിന്റെ സാമീപ്യത്തിൽ എൻ്റെ ജീവിതത്തെ നട്ട് നനച്ച് വളർത്തുവാൻ എനിക്ക് സാധ്യമാകണം എന്നതാണല്ലോ നമ്മുടെ അമലിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്ന ഒരു കാര്യം. കാരണം ധാരാളം നമ്മൾ അമൽ ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ മുഖറബീങ്ങളായി മാറിത്തീരുക എന്നതാണ്. അള്ളാഹുവിന്റെ ഖുലൂവത്തിനാൽ ഞാനും പടച്ചറമ്പുരാനും മാത്രമുള്ള ഒരു സമയവും സന്ദർഭവും ഞാൻ രൂപപ്പെടുത്തിക്കൊണ്ട് പടച്ചവനോടുള്ള ഒരു കണക്ഷനെ, എനർജിയെ രൂപപ്പെടുത്തി എടുക്കുക എന്ന് പറയുന്നത് പ്രതിസന്ധി നിറഞ്ഞ സമകാലിക പരിസരത്തിനകത്ത് ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധ്യമാകേണ്ടതാണ്. പലസ്തീനിലെ കുഞ്ഞുങ്ങൾ, പലസ്തീനിലെ ജനവിഭാഗം എങ്ങനെയാണ് അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് അവർ എഴുന്നേറ്റ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മിലിറ്ററി പവർ കൊണ്ടോ, അവരുടെ മോണിറ്ററി പവർ കൊണ്ടോ, അവരുടെ സൈനിക ബലം കൊണ്ടോ, അവരുടെ സാമ്പത്തിക ശേഷി കൊണ്ടോ അല്ല എന്ന് ഏതൊരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഒറ്റക്കുള്ള സന്ദർഭങ്ങൾ എന്ന് പറയുന്നത് റബ്ബിനോടുള്ള മുനാജാത്തുകളാണ്. അവരുടെ തിലാവത്തുകൾ എന്ന് പറയുന്നത് ഏറ്റവും സ്വകാര്യമായി, ഏറ്റവും മനോഹരമായിട്ടുള്ള തിലാവത്തുകളാണ്. അവരുടെ സുജൂദുകൾ എന്ന് പറയുന്നത് പകലിൽ ഒരു സ്വാധീനവുമില്ലാത്ത, ഒരു ദുനിയവിയായിട്ടുള്ള ഒരു സ്വാധീനവുമില്ലാത്ത അള്ളാഹുവിന്റെ ഖുലൂവത്തിനാൽ രൂപപ്പെടുത്തിയെടുക്കുന്ന സുജൂദുകളും റുകൂഉകളും സമയങ്ങളും സന്ദർഭങ്ങളും രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്നത് കൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജനതയായി ലോകത്തിന്റെ ഏറ്റവും വലിയ മിലിറ്ററി ഇന്റലിജൻസിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഈമാനികമായ കരുത്ത് രൂപപ്പെടുത്തിയ ഒരു ജനവിഭാഗമായി യഥാർത്ഥത്തിൽ പലസ്തീൻ ജനത മാറുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഖുലൂവത്ത് രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്കറിയാം. ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിൽ പ്രവാചകന്റെ പ്രബോധന വർക്കുകൾ കൊടുമ്പിരി കൊള്ളുന്ന കാലം. എങ്ങനെയെങ്കിലും പ്രവാചകനെ വകവരുത്തണം എന്ന് കച്ചകെട്ടി ഇറങ്ങി ശത്രുക്കൾ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു സമയം. ആ സമയത്ത് പ്രബോധനത്തിന്റെ സ്ട്രാറ്റജി ഖുർആൻ വിശദീകരിക്കുന്നിടത്ത് ആ പട്ടികയിൽ ആദ്യമായി ഖുർആൻ പറയുന്ന കാര്യം എന്താ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീല നിസ്ഫുഹു അവ ഖുസ് മിൻഹു ഖലീല. പ്രവാചകരെ, താങ്കൾ രാത്രി ധാരാളം ഉറങ്ങരുത്, താങ്കൾ രാത്രി ധാരാളം ഉറങ്ങരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ താങ്കൾ ആത്മാർത്ഥമായി എഴുന്നേറ്റ് നിൽക്കുന്ന സമയങ്ങളുണ്ടാവണം. അള്ളാഹുവിനോടുള്ള മുനാജാത്ത് മാത്രം രൂപപ്പെടുത്തി എടുക്കുന്ന സമയവും സന്ദർഭവും താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉണ്ടാകുമ്പോൾ താങ്കളുടെ ഭൗതികമായിട്ടുള്ള ഒരു തടസ്സവും നേരിടാത്ത ഒരു സന്ദർഭത്തിൽ തന്റെ ഇണകൾ, തന്റെ ഭാര്യ, തന്റെ മക്കൾ, തന്റെ സമ്പത്ത്, തന്റെ പ്രൊഫഷണൽ പ്രഷർ, തന്റെ കുടുംബം, തന്റെ സാമൂഹികമായ താല്പര്യങ്ങൾ, തന്റെ ഭൗതികമായ താല്പര്യങ്ങൾ, ആ താല്പര്യങ്ങളൊന്നും അലോസരപ്പെടുത്താതെ അള്ളാന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ ഖുലൂവത്തിനാൽ ഇരിക്കുന്ന സമയവും സന്ദർഭവും താങ്കൾക്കുണ്ടായാൽ അതായിരിക്കും പ്രബോധന വഴിയിൽ ഏറ്റവും കനപ്പെട്ട ഇന്ധനമായി വർത്തിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. അതുകൊണ്ട് ഈ മാർഗത്തിൽ പടച്ച റബ്ബിന്റെ മുമ്പിൽ റമദാൻ ഇങ്ങനെ പടിയിറങ്ങുമ്പോൾ റമദാൻ പെട്ടെന്ന് തീരും. 2025 എപ്പോഴാണ് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ഇന്നൊന്നല്ലേ തുടങ്ങിയത്. റമദാൻ ആകുമ്പോഴേക്ക് 2-3 മാസം നമ്മുടെ മുമ്പിൽ കഴിയാണ്. റമദാൻ നമ്മുടെ മുമ്പിൽ അങ്ങനെ കഴിയും. ആദ്യത്തെ 1-2 നോമ്പുകളൊക്കെ കുറച്ച് പ്രയാസപ്പെട്ട് എടുക്കേണ്ടി വരും. പക്ഷെ 2-3 നോമ്പ് കഴിഞ്ഞാൽ പിന്നെ റമദാൻ 27 ബ്രേക്ക് ഔട്ട് എന്ന് നമ്മൾ അറിയും. പക്ഷേ റമദാൻ നമ്മുടെ മുമ്പിൽ കടന്നു പോകും. പക്ഷേ ഒരു റമദാൻ കൂടുതൽ റമദാനെ കുറിച്ചല്ലേ പറയുന്നത്. ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ കനപ്പെട്ടതുണ്ടെങ്കിൽ, അള്ളാഹുവിനോടുള്ള ഖുർബത്തിനാൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു മനുഷ്യനെയും ബോധ്യപ്പെടുത്താത്ത, ദുനിയാവിൽ ഒരു പ്രേരണയുമില്ലാത്ത സുജൂദുകൾ, ദുആകൾ, നമസ്കാരങ്ങൾ, തിലാവത്തുകൾ നമുക്കുണ്ടായാൽ അത് നമുക്ക് രൂപപ്പെടുത്തിക്കുന്ന റമദാൻ എന്ന് പറയുന്നത് റയ്യാനാണ് അല്ലെ. നാളെ പരലോകത്ത് രക്തസാക്ഷികൾ ഇങ്ങനെ അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ റിക്രൂട്ട് ചെയ്ത് പോവാൻ. രക്തസാക്ഷികൾ വരിക്ക് അള്ളാന്റെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുകയാണെങ്കിൽ ഇടക്ക് വെച്ച് ആ വരി സ്റ്റോപ്പ് ചെയ്തു, വേറൊരാളെ കയറ്റു. അപ്പൊ രക്തസാക്ഷികൾ പരാതിപ്പെട്ടാണ്. എന്താണ് പറയുന്നത്? ശുഹദാക്കൾക്ക് ഇന്ന പ്രതിഫലം നൽകാം എന്ന് പറഞ്ഞിട്ട്, ഏറ്റവും ഉത്കൃഷ്ടരാണെന്ന് പറഞ്ഞിട്ട് ഷഹീദല്ലാത്ത ഒരു മനുഷ്യൻ എന്തുകൊണ്ട് കയറി പോകും? അതിനെക്കുറിച്ച് അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞത്,
ഇനി കയറിപ്പോകുവാനുള്ള ഷഹീദിനേക്കാൾ 1 വർഷം ആയുസ് കിട്ടിയ മനുഷ്യനാണ് ഇപ്പോൾ കയറിപ്പോയത്. ആ മനുഷ്യൻ ഈ ഷഹീദിനേക്കാൾ മുൻപ് എന്തുകൊണ്ട് കയറിപ്പോയി എന്ന് ചോദിച്ചാൽ ആ മനുഷ്യൻ ഈ മനുഷ്യനേക്കാൾ 1 റമദാൻ അധികം കിട്ടി എന്നതാണ്. ആ മനുഷ്യന് റമദാൻ അധികം കിട്ടിയെന്ന് മാത്രമല്ല, ഈ പറയപ്പെടുന്ന സ്വാധീനാർഹമായ റമദാൻ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നതാണ്. റമദാനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു എന്നതിനേക്കാൾ റമദാന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്താണ് നമ്മളുള്ളത്. നമ്മുടെ ഇച്ഛ, അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ഭൗതികമായ താല്പര്യങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൗതികമായ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള താല്പര്യങ്ങൾ, നമ്മുടെ ഉറക്കം, നമ്മുടെ വിനോദം, നമ്മുടെ ആസ്വാദനം, ഇതെല്ലാം ഭൗതികമായ വലയങ്ങൾ കെട്ടിയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സവിശേഷമായ പരിസരത്തിനകത്ത് നമ്മൾ ജീവിക്കുന്ന ഘട്ടത്തിൽ ഈ ഇച്ഛയ്ക്ക് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ റമദാനെ നമ്മൾ സമീപിക്കാൻ തയ്യാറായാൽ റമദാനിൽ പ്രത്യേകിച്ച് മാറ്റുന്നുണ്ടാവില്ല. വലാ തുതി മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. ഇച്ഛയുടെ വഴിക്ക് പോകും, റമദാന്റെ വഴിക്ക് പോകും. പ്രത്യേകിച്ച് പ്രതിഫലനാർഹമായിട്ടുള്ള റമദാനിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധ്യമാവുകയില്ല. അതുകൊണ്ട് ഇച്ഛയ്ക്ക് കടിഞ്ഞാണിടുന്ന സമയമാകണം ഇത്. നമ്മുടെ ഭൗതികമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതാവണം നമ്മുടെ റമദാൻ എന്ന് പറയുന്നത്. തഖ്വ അതാണല്ലോ. തഖ്വയെ കുറിച്ച് പറയുന്നുണ്ട്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തഖ്വ എന്ന് പറഞ്ഞാൽ ലൈസ ബി സിയാമിൻ നഹാർ വലാ ബി ഖിയാമിൽ ലൈൽ. തഖ്വ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹറാമായത് നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ഹലാലായത് ജീവിതത്തിൽ ഉണ്ടാവുകയും ഒരുപാട് നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യൽ മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതത്തിൽ തഖ്വ എന്ന് പറയുന്നത്. മറിച്ചെന്താ തഖ്വ എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ നമുക്കൊരു കാര്യം ചെയ്യുമ്പോൾ അള്ളാന്റെ റിളക്കെതിരെയാണല്ലോ ഞാൻ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഹലാലായ കാര്യമായിരിക്കും, പക്ഷെ ഞാനത് ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റിളക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല എന്ന് ഞാൻ ചെയ്യുന്നത് എന്ന മനസ്സിനുണ്ടാകുന്ന വേദനക്ക് പറയുന്ന പേര് കൂടിയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ തഖ്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അൽ ഖൗഫു മിനൽ ജലീൽ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുപോലെ ഭയപ്പെട്ട്, അള്ളാഹുവിന് വിധേയപ്പെടേണ്ടതുപോലെ വിധേയപ്പെട്ട്, മറ്റൊന്നിനോടും വിധേയപ്പെടാതെ, അത് നമ്മുടെ ഇച്ഛയാകാം, ഭൗതികമായ അധികാരങ്ങളാകാം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടാകാം, ആ ചുറ്റുപാടിനോട് പടച്ചുറപ്പിന്റെ ഇളക്കനുസരിച്ച് സൗന്ദര്യമുള്ള ജീവിതം കെട്ടിപ്പടുക്കുവാനുള്ള അവസരമാണ് നമ്മുടെ മുമ്പിൽ പടച്ചുറപ്പ് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമസ്കാരങ്ങൾ റെഡിയാകുന്നത് പോലെ തന്നെ നമ്മുടെ ഖിയാമുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, നമ്മുടെ നോമ്പും നമ്മുടെ ഇബാദത്തുകൾ നേരാകുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ബഹുമുഖമായ ചിട്ട കൂടി രൂപപ്പെടുത്തിയെടുക്കേണ്ട മാസവും സന്ദർഭവുമായി പരിശുദ്ധ റമദാൻ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ബദറിന്റെ മാസം കൂടിയാണ് റമദാൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ റമദാൻ എന്ന് പറയുന്നത് സാധ്യമാക്കാത്ത പല കാര്യങ്ങളും സാധ്യമാക്കിയെടുത്ത ഒരു മാസം കൂടിയാണ് റമദാൻ എന്നതിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഉദാഹരണമാണ് യഥാർത്ഥത്തിൽ ബദർ എന്ന് പറയുന്നത്. ബദർ എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിന്റെ വിമോചന പോരാട്ടങ്ങളുടെ ഏറ്റവും ഉത്കൃഷ്ട മാതൃകയായി നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഉണ്ടാവണം. കാരണം ബദറിന്റെ പ്രത്യേകത എന്നുകൂടി പറയുന്നത്, നോമ്പ് നോറ്റിട്ട് ആളുകൾ ഇങ്ങനെ ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്ന ഘട്ടത്തെക്കുറിച്ച് അള്ളാന്റെ ഹബീബായ റസൂൽ വിശദീകരിക്കുന്നുണ്ട്. ആളുകൾ ഇങ്ങനെ വീഴാൻ എഴുന്നേറ്റിക്കാൻ വയ്യ ബദറിലേക്ക് പോവാൻ. മല്ലാഹുനും അലിറുല്ലാഹുനും 2 ആളുകളെ ചുമലിലേറ്റ് ഇങ്ങനെ പോവാ. അങ്ങനെയാണ് ബദറിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നത്. ഏതായാലും യുദ്ധത്തിൽ പോവാണല്ലോ, നോമ്പ് മുറിച്ചോളിയും എന്നുള്ള തീരുമാനം എടുത്തില്ല. കാരണം അവിടെ ഉരസി നോക്കണം, അള്ളാഹുവിനോടുള്ള തഖ്വയുടെ കനവും യാഥാർത്ഥ്യം എന്താണ് എന്ന തിരിയൽ പ്രധാനമായി. ഇതുകൂടിയാണ് ബദർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിന് നൽകേണ്ട എല്ലാ കാര്യങ്ങളും ദുനിയാവിൽ നൽകിയത് കൊണ്ടാണ് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത അള്ളാഹുവിന്റെ മാലാഖമാർ വിജയത്തെ സാധ്യമാക്കിയ, ലോകത്ത് ഇസ്ലാമിനോട് ശത്രുത പുലർത്തുന്ന, ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്ന ഏതൊരു മനുഷ്യരും പേടിയോടുകൂടിയും ഭയത്തോടുകൂടിയും ബദർ എന്ന ചരിത്രത്തെ അഭിമുഖീകരിക്കുവാൻ കഴിയുന്നത് എന്നതുകൂടി ഓർത്തെടുക്കേണ്ട മാസമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ആ ഒരർത്ഥത്തിൽ ബഹുമുഖമായ ജീവിതത്തിന്റെ വിളവെടുക്കൽ സാധ്യമാകുന്ന സമയവും സന്ദർഭവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ റമദാനിനെ അഭിമുഖീകരിക്കുവാനുള്ള ആഫിയത്തും സിഹ്ഹത്തും പടച്ച റബ്ബ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അവസരമാണ്.
ആ അവസരത്തെ ഏറ്റവും ഇഹ്സാനോടുകൂടി ഉപയോഗപ്പെടുത്തുവാൻ കഴിയുന്ന ഏറ്റവും ഉത്കൃഷ്ടരായ അടിമകളുടെ കൂട്ടത്തിൽ പടച്ച റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതത്തെ അന്വേഷിക്കുന്ന ഘട്ടത്തിൽ അവന്റെ മുമ്പിലുള്ള വലിയ ഒരു സാധ്യതയാണ് റമദാൻ എന്ന് പറയുന്നത്. റമദാൻ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതിനപ്പുറത്ത് ഒരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, ഒരു പുതിയ ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കുവാൻ, ഒരു ജീവിത അർത്ഥത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടെത്തിക്കുവാൻ പടച്ചവനെ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പരിശുദ്ധ റമദാനിൽ സാധ്യമാക്കിയെടുക്കേണ്ട എല്ലാ വിളവെടുക്കലുകളും സാധ്യമാക്കിയെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും ഉത്കൃഷ്ടരായ വിശ്വാസികളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് നോമ്പനുഷ്ഠിക്കുക എന്ന് പറയുന്നത് പല നിലക്ക് വെല്ലുവിളിയാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് ഇല്ലാത്ത, ഭൗതികമായി ശാരീരിക ശേഷി തന്നെ വെല്ലുവിളിയാകുന്ന ധാരാളം ആളുകളുണ്ട്. പടച്ചവനെ, നോമ്പനുഷ്ഠിക്കാനുള്ള കരുത്ത് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഞങ്ങളുടെ ശഹവാത്ത്, ഞങ്ങളുടെ മോശമായ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിന്റെ റിളയെ പുൽകിയെടുക്കുന്ന ഏറ്റവും ഇഹ്സാനുള്ള നോമ്പുകൾ അനുഷ്ഠിക്കുവാൻ, ഏറ്റവും ഇഹ്സാനുള്ള ഇബാദത്തുകൾ നിർവഹിക്കുവാൻ പടച്ചവനെ സവിശേഷമായി നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ പടച്ചവനെ. റമദാനിന്റെ പ്രതിഫലം കൊണ്ട് ഷഹീദുകളെ മുൻകടന്ന ആളുകൾ അള്ളാന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഘട്ടത്തിൽ ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങളെയും റയ്യാനിലൂടെ പ്രവേശിക്കുവാനുള്ള ഉദവി നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. റമദാനിലേക്ക് ഏതാനും ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന ഘട്ടത്തിൽ റമദാൻ അഭിമുഖീകരിക്കാനുള്ള ആയുസ്സും ആഫിയത്തും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, റമദാൻ മുഴുവനായി പൂർത്തിയായി നിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന ഘട്ടത്തിൽ 5ഉം 8ഉം 10ഉം 40ഉം റമദാൻ തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടും അതും ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഏറ്റവും പാപ്പരായ മനുഷ്യരെ കുറിച്ച് ഖേദപൂർവം നാളെ വിലയിരുത്തപ്പെടുമ്പോൾ ആ മുഫ്ലിസായ മനുഷ്യരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുത് നാഥ. പടച്ചവനെ, നിന്റെ ബർക്കത്തും റഹ്മത്തും സാധ്യമാക്കിയെടുക്കുന്ന സാഹചര്യം കൂടെയായി ഈ പരിശുദ്ധ റമദാനിനെ നീ മാറ്റിയെടുക്കണേ റബ്ബേ. പടച്ചവനെ, ലോകാടിസ്ഥാനത്തിലും ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിനകത്തും ധാരാളം പ്രതിസന്ധികൾക്കകത്താണ് മുസ്ലിം ജീവിതങ്ങൾ ഞങ്ങൾ സാധ്യമാക്കിയെടുക്കുന്നത്. ഞങ്ങളുടെ പ്രതിദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഞങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഞങ്ങളുടെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ പരിക്കേൽപ്പിക്കുന്ന ഒരു സാമൂഹിക പരിസരത്തിനകത്താണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ ഏറ്റവും മനോഹരമായി ഇസ്ലാമിനെ പ്രതിദാനം ചെയ്യുവാൻ കഴിയുന്ന ഈമാനും തഖ്വയും ഇസ്സത്തും രൂപപ്പെടുത്തി എടുക്കുവാനുള്ള സമയം കൂടിയായി റമദാനിനെ നീ ഞങ്ങളെ സ്വീകരിക്കണേ പടച്ച റബ്ബേ. അല്ലാഹുവേ, റമദാനിലൂടെ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്ത് നിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യരുടെ കൂട്ടത്തിൽ അവസാനമെങ്കിലും കയറുവാൻ കഴിയുന്ന അത്തരം വിവാദത്തുകൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഇച്ഛകളെ മെരുക്കിയെടുക്കുവാൻ കഴിയുന്ന സമയമാക്കി റമദാനിനെ മാറ്റി തീർക്കണേ റബ്ബേ. പടച്ചവനെ, ഭൗതികമായിട്ടുള്ള ആകർഷണീയതകൾക്കകത്താണ് ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനെ മെരുക്കിയെടുക്കുവാൻ കഴിയുന്ന ഏറ്റവും അകക്കാമ്പുള്ള ഈമാനും കൽബിന്റെ പ്രതികരണങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുവാൻ കഴിയുന്ന സമയവും സന്ദർഭവുമായി റമദാനിനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രയാസങ്ങളെ ദൂരീകരിക്കണം നാഥ. ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും അന്തസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്ന സാമൂഹിക വിളവെടുപ്പ് കൂടി സാധ്യമാക്കിയെടുക്കുവാൻ കഴിയുന്ന സമയവും സന്ദർഭവുമായി ഈ റമദാനിനെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, റമദാൻ പകത്ത് നൽകലിന്റെ കൂടി മാസമാണ്, മനുഷ്യരെ തിരിച്ചറിയുന്നതിന്റെ കൂടി മാസമാണ്, മനുഷ്യർക്ക് സഹാനുഭൂതിയുടെയും സഹവർത്തിത്വത്തിന്റെയും വലിയ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന മാസമാണ്. സമാനതകളില്ലാത്ത സഹവർത്തിത്വത്തെ രൂപപ്പെടുത്തുന്ന, മനുഷ്യന്റെ പട്ടിണിയെയും ദാരിദ്ര്യത്തെയും പ്രശ്നത്തെ കൂടി അഭിമുഖീകരിക്കുവാൻ കഴിയുന്ന, ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള ഇബാദത്തുകൾ നിർവഹിക്കുവാൻ കഴിയുന്ന ഏറ്റവും നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണ റബ്ബേ. ഈ റമദാനിനെ അഭിമുഖീകരിക്കാൻ കഴിയാതെ മരണപ്പെട്ടു പോയ ധാരാളം ആളുകളുണ്ട് പടച്ചവനെ. അവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണ റബ്ബേ. പടച്ചവനെ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ധാരാളം ആളുകൾ, അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ. ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിലപ്പുറത്ത് കനിഞ്ഞു നൽകിയ ഞങ്ങളുടെ ജീവിതായുസ്സിൽ നനവുള്ള കർമ്മങ്ങളുമായി, ഈമാന്റെ നനവുള്ള കർമ്മങ്ങളുമായി നാളെ അമ്പിയാക്കളും ശുഹദാക്കളും
അതേപോലെ തന്നെ നിന്റെ മാർഗത്തിൽ വഴി തെളിയിച്ച ധാരാളം മനുഷ്യർ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ അതിന്റെ തുടർച്ചയായി തീരുവാൻ, നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ, നിന്റെ സ്വർഗത്തിന്റെ പാരമ്യത അനുഭവിക്കുവാൻ നീ ഞങ്ങളെ സവിശേഷമായി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.